വളരെ സന്തോഷം തോന്നി. ഈ വർഷക്കാലം ദൈവദാസനിൽ കൂടെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീക സന്ദേശത്തിൻ്റെ തലവാചകത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. ആരാധനയ്ക്ക് വരുമ്പോൾ മാത്രമല്ല, 24 മണിക്കൂറും ഉണർന്നിരിക്കുന്ന ഏതൊക്കെ സമയമുണ്ടോ പറഞ്ഞുകൊണ്ടേയിരിക്കണം, ഈ വർഷക്കാലം ഞങ്ങൾ കരഞ്ഞുകൊണ്ട് ചില വിത്ത് വിതയ്ക്കും, ഒടുവിൽ ഞങ്ങൾ കറ്റ ചുമന്ന് ആർപ്പോടെ മടങ്ങി വരും. ഹല്ലേലൂയ. ആരൊക്കെ കരഞ്ഞുകൊണ്ട് വിത്ത് വിതച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ഒരു ആർപ്പും ഉത്സവം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് രാവിലെയും വൈകുന്നേരമായി നിങ്ങളോട് സംസാരിപ്പാൻ ഒരു സന്ദേശം കർത്താവ് എൻ്റെ ഹൃദയത്തിൽ തന്നു. അത് വളരെ പ്രാർത്ഥനയോടെ ഞാനിവിടെ ആയിരിക്കുന്നു. നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ എനിക്കും ഒരുമിച്ച് സന്തോഷമായിരിക്കട്ടെ എന്ന് ഞാനും ആശിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്നേഹവന്ദനം. വളരെ പ്രാർത്ഥനയോടെ തിരുവചന ധ്യാനത്തിനായി നമ്മുടെ ചിന്തകളെ തിരിക്കാം. വളരെ പരിചയമുള്ളൊരു വലിയ വേദഭാഗമാണ് വായിക്കുന്നത്. ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം അതിൻ്റെ 12-ാമത് വാക്യം പ്രാരംഭമായി വായിച്ചുകൊണ്ട് 42-ാം അധ്യായത്തിലെ ചില ചിന്തകൾ നമുക്ക് ഒരുമിച്ച് ധ്യാനിപ്പാൻ ഈ പ്രാർത്ഥനയിൽ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇങ്ങനെ യഹോവ ഇയ്യോബിൻ്റെ പിൽക്കാലത്തെ അവൻ്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു. അവന് 14,000 കാളയും 1000 പെൺകഴുതയും ഉണ്ടായി. മതി. സ്തോത്രം. ആരംഭ ഭാഗമാണ്. ഇങ്ങനെ യഹോവ ഇയ്യോബിൻ്റെ ഹല്ലേലൂയ സ്തോത്രം പിൻകാലത്തെ മുൻകാലത്തേക്കാൾ കൂടുതൽ അനുഗ്രഹിച്ചു. ഇന്നു വരെ കണ്ടിട്ടില്ലാത്തൊരു ആത്മീയ അനുഗ്രഹത്തിൻ്റെ ചുവട് വെപ്പുവാൻ ദൈവസഭ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ഈ സന്ദേശം നിങ്ങൾക്ക് കൈമാറുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. കർത്താവിൻ്റെ ഒരു താമസമെങ്കിൽ ഇന്ന് രാത്രിയിൽ ഇതുമായി ബന്ധപ്പെട്ട് വേറൊരു സന്ദേശമായിരിക്കും ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വേദപുസ്തകത്തിലെ വളരെ സുപരിചിതമായ ചില വേദവാക്യങ്ങൾ ഇയ്യോബിൻ്റെ പുസ്തകത്തിലുണ്ട്. ദൈവമക്കളുടെ ആവേശമാണത്. പ്രാർത്ഥനയിൽ എപ്പോഴും അവരത് ഉച്ചരിക്കാറൊക്കെയുണ്ട്. ഇയ്യോബിൻ്റെ കഷ്ടതയുമായി ചേർത്ത് വെച്ച് നമ്മുടെ പരിശോധനകളെയൊക്കെ നാം താരതമ്യം ചെയ്യുമ്പോൾ ആ വാക്യങ്ങളൊക്കെ നമുക്ക് അനുഗ്രഹമായി നാമും എടുത്ത് ഉദ്ധരിക്കാറുണ്ട്. എന്നാൽ ഈ 42-ാം അധ്യായത്തിൽ എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കുവാനുള്ളത് മാറ്റങ്ങളുടെ ദിവസങ്ങളാക്കി ഈ ദിവസങ്ങളെ ദൈവം മാറ്റിമറിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. എല്ലാവരുടെയും സ്ഥിതിക്കൊരു ഭേദം വരുത്തണം. ദൈവദാസൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ സ്ഥിതിക്ക് ഭേദം വരുത്തുക എന്ന് പറയുമ്പോൾ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുന്നതല്ല സ്ഥിതിക്ക് ഭേദം വരുന്നത്. മനസ്സിലാക്കണം. ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുന്നതല്ല സ്ഥിതിക്ക് ഭേദം വരുന്നത്. ദൈവം ആഗ്രഹിച്ച കാര്യം എന്നിൽ നടക്കുന്നതാണ് നമ്മുടെ സ്ഥിതിക്ക് ഭേദം വരുന്നത്. അത് സഭയെക്കുറിച്ചാണെങ്കിലും വ്യക്തികളെക്കുറിച്ചാണെങ്കിലും ഒരു കുടുംബത്തെക്കുറിച്ചാണെങ്കിലും ദൈവത്തിനൊരു സ്വപ്നമുണ്ട്, ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അതിൻ്റെ നിവർത്തീകരണത്തിൻ്റെ പേരാണ് സമൂലമായ മാറ്റം എന്നിൽ നടന്നു എന്നതിൻ്റെ തെളിവ്. ഇന്ന് പകൽക്കാലം എത്ര പേര് അങ്ങനെ കൊതിക്കുന്നുണ്ട്? ദൈവം ആഗ്രഹിക്കുന്ന മാറ്റം, സ്ഥിതി മാറ്റം എന്നിൽ ഉണ്ടാകണം. അതിനെ നിങ്ങൾക്ക് പല പേരിൽ ഉണർവെന്ന് വിളിക്കാം, മാനസാന്തരത്തിൻ്റെ അടുത്ത തലമെന്ന് വിളിക്കാം, യഥാസ്ഥാപനമെന്ന് വിളിക്കാം, ആത്മീയ അനുഗ്രഹങ്ങളുടെ തുറന്ന കലവറകളെന്ന് വിളിക്കാം, സ്വർഗീയ നന്മകളുടെ കൂമ്പാരമെന്ന് വിളിക്കാം. ഏത് പേരിട്ട് വിളിച്ചാലും അതിനെ ഒറ്റ വാചകത്തിൽ കൊണ്ടെത്തിക്കാം. യഹോവയുടെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നടന്നു. അത് ഈ സഭയെക്കുറിച്ചും ദൈവത്തിനൊരു സ്വപ്നമുണ്ട്. 2023 ദൈവത്തിൻ്റെ സ്വപ്നം ഈ സഭയിൽ നടക്കപ്പെടണം. ഹല്ലേലൂയ. അതിൽ കുറഞ്ഞൊരാഗ്രഹം നമുക്ക് പാടില്ല, അതിൽ കുറഞ്ഞൊരാശ നമുക്ക് പാടില്ല. ബാക്കി ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ പുറകെ വരുന്നതാ ദൈവമക്കളെ അനുഗ്രഹം. ഹല്ലേലൂയ. അനുഗ്രഹത്തിൻ്റെ പുറകെ ആരും പോകരുത്. അനുഗ്രഹം നമ്മുടെ പുറകെ വരുന്നത്. സ്തോത്രം. ഞാനും അസംബ്ലീസ് ഓഫ് ഗോഡിലെ ഒരു പാസ്റ്ററുടെ മകനായി പാസ്നേജിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വന്നത്. അല്ലെങ്കിൽ ഇന്ന് ഞങ്ങളുടെ പിതാവ് ഹല്ലേലൂയ 48ഓളം വർഷം അസംബ്ലീസ് ഓഫ് ഗോഡിൽ ശുശ്രൂഷിച്ചിട്ട് ഇപ്പോൾ വിശ്രമ ജീവിതം ബാംഗ്ലൂർ പട്ടണത്തിൽ നയിക്കുന്നു. അല്ലെങ്കിൽ ഞാനും അനുഗ്രഹത്തെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ മുന്നേ പോകുന്ന അനുഗ്രഹം എനിക്ക് വേണ്ട, പുറകിൽ വരുന്ന അനുഗ്രഹം മതി. സ്തോത്രമല്ലിയ. നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും നമ്മെ പിന്തുടരും. പിന്നെ മുന്നേ പോകേണ്ടത് എന്താണ്? ആത്മീക നന്മകളാണ് മുന്നിൽ കയ്യെത്തിപ്പിടിക്കുവാൻ. ഞാൻ മുന്നോട്ടാഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് ആത്മീക നന്മകളെ പിടിച്ചടക്കുവാനാണ്. ഇപ്പോൾ 2023 ജനുവരി മാസത്തിൻ്റെ ആരംഭ ദിവസങ്ങളിൽ തന്നെ അങ്ങനെ ഒരു ആവേശം നിങ്ങളുടെ അകത്ത് തന്ന പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കണ്ണുനീരോടെ വിതയ്ക്കുവാനുള്ള ആ തീരുമാനവുമായി ചേർത്ത് വെച്ച്
ഞാൻ ഈ ഭാഗത്തെ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. വേദപുസ്തകത്തിലെ ഏറ്റവും പഴക്കമുള്ള പുസ്തകമാണ് ഇയ്യോബിൻ്റെ പുസ്തകമെന്ന് അതിൻ്റെ ചിന്താഗതികൾ വെച്ച് നമുക്ക് മനസ്സിലാക്കാം. സൃഷ്ടി വിവരം വിവരിക്കേണ്ടത് കൊണ്ട് ഉൽപ്പത്തി പുസ്തകം ഒന്നാമത് വന്നു. പക്ഷെ ഉൽപ്പത്തി പുസ്തകമല്ല എല്ലാറ്റിൻ്റെ ആരംഭം. സൃഷ്ടിയുടെ ആരംഭം മാത്രമേ ഉൽപ്പത്തി പുസ്തകത്തിലുള്ളൂ. മോശയ്ക്ക് കിട്ടിയ വെളിപ്പാട് ഏദൻ തോട്ടത്തിന് പുറത്ത് ഒരു പിടി മണ്ണെടുത്ത് അല്ലെങ്കിൽ ഒരു കൊട്ട മണ്ണെടുത്ത് ഒരു മനുഷ്യനെ ഉണ്ടാക്കുകയും അവന് ഏദൻ തോട്ടത്തിനകത്ത് വെച്ചൊരു തുണയുണ്ടാക്കുന്നതുമൊക്കെയാണ് മനുഷ്യനെക്കുറിച്ചുള്ള മോശയുടെ വെളിപ്പാട്. അതിനപ്പുറത്ത് മോശയ്ക്ക് വെളിപ്പാടില്ല. പക്ഷേ അതല്ല നമ്മുടെ തുടക്കം. എല്ലാവരും എൻ്റെ കൂട്ടത്തിലുണ്ടേ? ഇന്ന് രാവിലെ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ തുടക്കം അറിയണമെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് എന്ന ദൈവഭക്തൻ എഫേസ്യ ലേഖനത്തിൽ പറയുന്നു, മോശ കണ്ട വെളിപ്പാടല്ല ഞാൻ കാണുന്നത്. ലോകസ്ഥാപനത്തിന് മുമ്പ് ഹല്ലേലൂയ ക്രിസ്തുവിൽ നിങ്ങളെ തിരഞ്ഞെടുത്തു. ഈ മണ്ണിൽ ഒന്നുമില്ലാതിരിക്കുമ്പോൾ ഭൂമിയും ഭൂമണ്ഡലങ്ങളെ ഉണ്ടാക്കുന്നതിന് മുമ്പ്, ആകാശത്തിൽ നക്ഷത്രങ്ങൾ തിളങ്ങുന്നതിന് മുമ്പ്, ദൂതന്മാർ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ ഞാനുണ്ടായിരുന്നു എന്ന വെളിപ്പാട് നമ്മുടെ അകത്ത് കയറിയാൽ നമ്മൾ ആൾ മാറിയവരെ പോലെ ദൈവത്തെ സ്തുതിക്കും. 2003 ജനുവരി മാസം 6-ാം തീയതി രാവിലെ നിങ്ങൾ ഇവിടെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ ഇന്ന് രാവിലെയോ ഇന്നലെയോ എടുത്ത തീരുമാനമല്ല. ഇന്നേക്കല്ലുയ മനുഷ്യന്റെ കണ്ണെത്താത്ത അനാദി നിത്യതയിൽ ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ എടുത്ത തീരുമാനമായിരുന്നു. നിങ്ങൾ ഇന്നിവിടെ കാണണമെന്നും നിങ്ങൾ ദൈവത്തെ ആരാധിക്കണമെന്നും ദൈവപ്രവൃത്തി കാണണമെന്നും അത്യുന്നതന് നേർച്ച കഴിക്കണമെന്നും സ്വർഗീയ സന്തോഷം അനുഭവിക്കണമെന്നുള്ള ദൈവത്തിന്റെ പദ്ധതിയുടെ നിവർത്തീകരണം കാലാകാലങ്ങളിൽ നമ്മിൽ നടന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെയാണ് ആത്മസന്തോഷം വെളിപ്പെടുന്നത്. അങ്ങനെ അത് വലിയ പുരാതനമായ ഒരു പുസ്തകമാണ് ഇയ്യോബിൻ്റെ പുസ്തകം. ഞാൻ പറഞ്ഞു വന്നത് അബ്രഹാമിൻ്റെ ഏകദേശം സമകാലികനായിരുന്നു ഇയ്യോബ് എന്ന് വേണമെങ്കിൽ ചരിത്രത്തിൻ്റെ ചിന്തകൾ വെച്ച് നമുക്ക് വ്യാഖ്യാനിക്കാം. ആധികാരികമായ തെളിവില്ലാത്തത് കൊണ്ട് ഞാൻ അതിന് മുന്നിട്ടിറങ്ങുന്നില്ല. എങ്കിലും ആ പ്രായം, ആ കാലങ്ങളിലുണ്ടായിരുന്ന സംസ്കാരം, ആ ഭാഷ ഒക്കെ വെക്കുമ്പോൾ ഏകദേശം കൽദയ പട്ടണവുമായി കിഴക്ക് ദേശവുമായി ചേർത്ത് വെച്ച ചില സംസ്കാരങ്ങളുമായി വെച്ചു പഠിച്ചാൽ സമകാലികനായിരുന്നു എന്ന് വിശ്വസിക്കുന്നതിൽ തെറ്റില്ല എന്ന് മാത്രം പറഞ്ഞ് മുന്നോട്ട് പോകുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം ചോദ്യങ്ങളുടെ പുസ്തകമാണ്. ചോദ്യം കാണണമെങ്കിൽ ഇയ്യോബിൻ്റെ പുസ്തകം തുറക്കണം. ആരംഭ അധ്യായം തൊട്ട് അവസാന അധ്യായം വരെ ചോദ്യങ്ങളാണ്. ഭാര്യ ഭർത്താവിനോട് ചോദിക്കുന്നു, ഭർത്താവ് ഭാര്യയോട് ചോദിക്കുന്നു, ദൈവം പിശാചിനോട് ചോദിക്കുന്നു, പിശാച് ദൈവത്തോട് ചോദ്യം ചോദിക്കുന്നു, സ്നേഹിതന്മാർ തമ്മിൽ ചോദിക്കുന്നു, സ്നേഹിതന്മാർ ഇയ്യോബിനോട് ചോദിക്കുന്നു. ആകെ ചോദ്യങ്ങളുടെ പുസ്തകമാണ്. ഏകദേശം 37 അധ്യായം വായിച്ചു വരുമ്പോൾ ചോദിച്ചിട്ടും ആർക്കും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ദൈവമക്കളെ, ഈ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു മറുപടിയും കിട്ടത്തില്ല. 38-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം ആ ചോദ്യം ചോദിക്കാൻ തുടങ്ങി. അതുവരെ സകല വിദ്വാൻമാരുടെ മുമ്പിൽ, തിയോളജിയന്മാരുടെ മുമ്പിൽ പിടിച്ചു നിന്ന ഇയ്യോബ് ദൈവത്തിൻ്റെ ചോദ്യത്തിന് മുമ്പിൽ കൈകൊണ്ട് വാപത്തിപ്പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇയ്യോബ് പറയുന്നൊരു പദമുണ്ട്, ഇയ്യോബ് 38-ന്റെ 2-ാം വാക്യം, ഞാൻ അറിയാതെ ചോദിച്ചു പോയി, ഇനി ഞാൻ സംസാരിക്കത്തില്ല, കൈകൊണ്ട് വാപൊത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുന്നത് ആണത്വം എന്ന് പറയുന്നത്. കാരണം അതിന് മുമ്പിൽ എഴുതിയിട്ടുണ്ട്, ഇയ്യോബ് 38-ന്റെ 1 മുതൽ, നീ പുരുഷനെ പോലെ അരമുറുക്കിക്കൊള്ളുക. പാസ്റ്ററെ ചോദ്യം ചെയ്യാം, കൂട്ടുവിശ്വാസിയെ ചോദ്യം ചെയ്യാം, അല്ലെങ്കിൽ അയൽവക്കക്കാരനെ ചോദ്യം ചെയ്യാം. ദൈവത്തിൻ്റെ മുമ്പാകെ ഒരു ചോദ്യം ഉയർത്തുന്നതിന് മുമ്പ് നാം ഇന്ന് രാവിലെ തിരിച്ചറിയണം അത്യുന്നതൻ ആരാണെന്നുള്ള വെളിപ്പാട്. 3 കാര്യങ്ങളാണ് ഇയ്യോബിനോടുള്ള ദൈവത്തിൻ്റെ ചോദ്യം. പ്രൈസ് ദി ലോർഡ്. 77 ചോദ്യങ്ങളാണ് 38, 39, 40, 41 അധ്യായങ്ങളിലായിട്ട് ദൈവം ഇയ്യോബിനോട് ചോദിക്കുന്ന 77 ചോദ്യങ്ങൾ. ആ 77 ചോദ്യങ്ങളെ 3ആയിട്ട് നമുക്ക് വിഭാഗിക്കാം. ഒന്നാമത്തെ വിഭാഗം ഇതാണ്. സ്തോത്രം. ക്യാൻ യു കോംപ്രിഹെൻഡ് ദ ബ്യൂട്ടി ഓഫ് മൈ ക്രിയേഷൻ? എൻ്റെ സൃഷ്ടിയുടെ മഹത്വം നിനക്ക് ഗ്രഹിക്കാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. ഞാൻ സൃഷ്ടിച്ച സൃഷ്ടികളുടെ വലിപ്പം നിനക്കറിയാമോ? സൃഷ്ടിയുടെ മഹത്വം ഓരോന്ന് എണ്ണി ചോദിക്കുക. പറയാൻ എനിക്ക് നേരമില്ല, അത് പറയേണ്ട സമയമല്ലല്ലോ. കൽമഴയുടെ കൂമ്പാരം, ഹിമത്തിൻ്റെ ഭണ്ഡാരം ചെന്നിട്ടുണ്ടോ, മുട്ടാടുകളുടെ പ്രസവകാലം. ഇനിയും ചോദിക്കുന്ന ചോദ്യമൊക്കെ മുട്ടയുടെ വെള്ളയ്ക്ക് 10 മരണം നടന്ന വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പറ്റും?
നമ്മളൊക്കെയാണ് ഒരു മരണ വീട്ടിൽ ചെന്നാൽ സാരമില്ല, ദൈവം ആശ്വസിപ്പിക്കും, പ്രത്യാശയുടെ ദൂതൊക്കെ പറയുന്നത്. 10 ശവക്കല്ലുള്ള വീട്ടിൽ ചെന്നിട്ട് ദൈവം ഇയ്യോബിനോട് ചോദിക്കുക, മുട്ടയുടെ വെള്ളയ്ക്ക് രുചിയുണ്ടോന്ന്. ദൈവത്തിൻ്റെ ചോദ്യം നമുക്കറിയത്തില്ല ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രുചിയില്ലാത്തതിന് രുചി ഉണ്ടാക്കുന്ന ഒരു ദൈവമുണ്ടെന്ന വെളിപ്പാട്. നിറമില്ലാത്തതിന് നിറം കൊടുക്കുന്ന, മണമില്ലാത്തതിന് മണം കൊടുക്കുന്ന, രുചിയില്ലാത്തതിന് രുചി കൊടുക്കുന്ന, വിലയില്ലാത്തതിന് വില കൊടുക്കുന്ന, കിണറ്റിലെ പച്ചവെള്ളത്തെ കുടുംബത്തിലെ വീഞ്ഞാക്കി മാറ്റുന്ന, കല്യാണം ആഘോഷമാക്കി മാറ്റുന്ന ഒരു ദൈവമുണ്ടെന്ന വെളിപ്പാട് നമ്മുടെ അകത്ത് കയറണം. ധീരമാന ഹത്തുരാധകന രകൽക്കടകന. ഇന്ന് രാവിലെ നിന്റെ വിലയും നിലവാരവും ഇടുന്നത് മനുഷ്യനല്ല, വിലയില്ലാത്തതിന് വിലയിടുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ, എൻ്റെ സൃഷ്ടിയുടെ മഹത്വം നിനക്ക് ഗ്രഹിക്കാമോ? രണ്ടാമത് ചോദ്യങ്ങളെ ഇങ്ങനെ വിഭാഗിക്കാം, എൻ്റെ സൃഷ്ടിക്ക് ഞാൻ സൃഷ്ടിച്ചതിനെ നിനക്ക് കരുതാമോ? ഹല്ലേലൂയ. ഓരോന്നോരോന്ന് ചോദിക്കുകയാണ്. ഇയ്യോബെന്ന് മഹാധനാഠ്യനായ വ്യക്തിയാണ്. ഇപ്പം നാം വായിച്ചതിനകത്തുണ്ടല്ലോ, ഇയ്യോബിൻ്റെ വീട്ടിൽ എത്ര ആടുണ്ടായിരുന്നു? 7000 ആടുണ്ടായിരുന്നു. ഇതെന്തിനാ അവിടെ എഴുതി വെച്ചേക്കുന്നത് ഞാൻ പറയാം. 3000 ഒട്ടകമുണ്ടായിരുന്നു, 1000 കാളയുണ്ടായിരുന്നു, 500 പെൺകഴുത ഉണ്ടായിരുന്നു, എണ്ണിയാൽ ഒടുങ്ങാത്ത ദാസിദാസന്മാരുണ്ടായിരുന്നു. എന്തിനാ പാസ്റ്ററെ ഇയ്യോബിൻ്റെ വീട്ടിൽ ബാങ്കിലെ നിക്ഷേപവും സ്വത്തുമൊക്കെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്? ഇത്രയുള്ള അർത്ഥം, ദൈവം അറിയാത്ത ഒരു പൈസ പോലും ഇയ്യോബിൻ്റെ വീട്ടിലില്ലായിരുന്നു. ഹല്ലേലൂയ. ഇതൊക്കെ വിശ്വാസത്തിൻ്റെ വലിയൊരു മർമ്മമാണ് ദൈവമക്കളെ. അത്യുന്നതൻ്റെ കരസ്പർശനമില്ലാത്ത ഒരാട് എൻ്റെ വീട്ടിലില്ലെന്ന് പറയാൻ തൻ്റെ ഇടം വേണം. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഈ പണത്തിനൊരു പ്രശ്നമുണ്ട് കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. എത്ര മണി വരെയാണ് പാസ്റ്റർ? നിർത്തുന്നിടം വരെയാണ്. ഓക്കെ. അപ്പം ലോകത്തിൽ ഈ പണത്തിനൊരു പ്രശ്നമുണ്ട്. നമുക്ക് എത്ര പണം ഉണ്ടെന്ന് ആരോടും ഉറക്കെ പറഞ്ഞാട്ട്, ഓൺലൈനിൽ കേൾക്കുന്നവർ കേട്ടോട്ടെ. നമ്മുടെ കയ്യിൽ എത്ര പണം ഉണ്ടെന്ന് നമുക്ക് ആരോടും പറയാൻ കൊള്ളാത്ത സാധനമെന്ന് അർത്ഥം. ആരെങ്കിലും രാവിലെ എഴുന്നേറ്റിട്ട് ഫേസ്ബുക്കിൽ എൻ്റെ പാസ്ബുക്കിൻ്റെ അവസാനത്തെ പേജ് ഇടാറുണ്ടോ? ഹല്ലേലൂയ. 4 പേരോട് പറയാൻ കൊള്ളാത്തതാണ് ഇത്. പിന്നെ നമ്മൾ ഇതിനകത്ത് വലിയ അഭിമാനം കൊള്ളുന്നു. പക്ഷേ അത്യുന്നതൻ അറിയണം, നമ്മുടെ ജീവിതത്തിലെ ചില്ലിക്കാശ് പോലും സ്വർഗം അറിയാത്തതൊന്നും കുടുംബത്തിൽ കാണാൻ പാടില്ല. ആടാണെങ്കിൽ 3000 ആണെങ്കിൽ 3000 ആയിരിക്കണം. ദൈവത്തിനറിയാവുന്ന 3000വും ദൈവത്തിന് വെളിപ്പെടുത്താത്ത 3000 വീട്ടിൽ കാണാൻ പാടില്ല. അത് ആത്മീയത്തിലാണെങ്കിലും ഭൗതിക മണ്ഡലത്തിലാണെങ്കിലും അത്യുന്നതൻ്റെ അറിവില്ലാത്ത ഒന്നും എൻ്റെ വീട്ടിലും സഭയിലും ജീവിതത്തിലും പാടില്ല എന്ന വിശുദ്ധിയുടെ പ്രമാണം ഇന്ന് രാവിലെ സഭ ഏറ്റെടുക്കണം. എന്തിനാ ഈ 3000 ഒട്ടകം എല്ലാം കൂടി ഇയാളുടെ വീട്ടിൽ നമ്മൾ ചോദിക്കാറില്ലേ? അന്നത്തെ കാലത്തെ ട്രാൻസ്പോർട്ടിങ് കമ്പനിയാണ് പുള്ളിക്ക്. അതുകൊണ്ടേ ഉള്ളൂ എൻ്റെ കാറ് കൊടുക്കാൻ. അന്നത്തെ കാലത്ത് നമുക്ക് കാറൊന്നും ഇല്ലാത്തോ ലോറിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വാഹനങ്ങളായിരുന്നു ഒട്ടകമൊക്കെ. അപ്പോൾ അന്നത്തെ കാലത്തെ ഏറ്റവും കൂടുതൽ ട്രാൻസ്പോർട്ടിങ് അല്ലെങ്കിൽ ബിസിനസ് ചെയ്ത കുരിയർ സർവീസ് നടത്തിയ ആരാ? ഇയ്യോബ്. അതിനായി 3000 ഒട്ടകവും പിന്നെ കഴുതയൊക്കെ. അത് വ്യാഖ്യാനിക്കാനുള്ള നേരം. അങ്ങനെ ഇയ്യോബിനെ കുറിച്ച് ദൈവം ഒരു സാക്ഷ്യം പറഞ്ഞു. സ്തോത്രം. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ ആരോടാ പറയുന്നറിയാവോ? സാത്താനോട്. പാസ്റ്ററോടൊക്കെ പറയാം, പാസ്റ്ററെ അമ്മാമ്മ നല്ലതാ, ഭാര്യ നല്ലതാ, ഭർത്താവ് നല്ലതാന്ന്. പക്ഷേ പിശാചിനോട് പറയുമ്പോൾ സൂക്ഷിച്ച് വേണം പറയാൻ. സഭയിൽ എഴുന്നേറ്റ് സാക്ഷ്യം പറയുന്ന പോലല്ല പിശാചിനോട് സാക്ഷ്യം പറയുന്നു. കാരണം ഇല്ലാത്തത് പോലും ഉണ്ടാക്കി പറയുന്നവനാര്? സഹോദരങ്ങളെ കുറിച്ച് അപവാദം പറയുന്നവനോട് ദൈവം പറയുക, എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ മേൽ നീ ദൃഷ്ടി വെച്ചുപോ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് വെച്ച് നമ്മളൊരാളെ എങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത്? നമ്മളെങ്ങനെ പരിചയപ്പെടുന്നത് അറിയാമോ? 3000 ആടുള്ള ഇയ്യോബിനെ അറിയാമോ? അല്ല, 3000 ഒട്ടകമുള്ള ഇയ്യോബിനെ അറിയാമോ? 7000 ആട്. നമ്മളിങ്ങനെയൊക്കെയല്ലോ ആൾക്കാരെ പരിചയപ്പെടും. അങ്ങോട്ട് പോകുമ്പം ആ വലിയ ഗേറ്റുള്ള വീട്, അതിൻ്റെ അപ്പുറത്തുള്ള വലിയ ഇത്, ഓരോന്നൊക്കെ പറഞ്ഞ് 7 മക്കൾ, അവരുടെ കാര്യങ്ങൾ. പക്ഷെ ദൈവം പറയുന്നത് 7000 ആടുള്ള ഇയ്യോബിനെ അറിയാമോ എന്നല്ല ചോദിച്ചത്, എൻ്റെ ഭക്തനായ ഇയ്യോബിനെ അറിയാമോ? 2023 സ്വർഗം നിങ്ങളെ പരിചയപ്പെടുത്തേണ്ടത് സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിനല്ല, ദൈവഭയത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2023 കണ്ണുനീരോടെ വിതച്ച് ആർപ്പോടെ കൊയ്യുവാൻ ആവേശത്തോടെ ഇറങ്ങിപ്പുറപ്പെട്ട ദൈവസഭയെ നിങ്ങളെ സ്വർഗം പരിചയപ്പെടുത്തേണ്ടത് നിങ്ങൾ ദൈവത്തെ സേവിക്കുന്നതും ദൈവകൃപയിൽ നിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം.
എൻ്റെ ദാസനായ ഇയ്യോബിനെ പോലെ നിഷ്കളങ്കൻ. പ്രൈസ് ദി ലോർഡ്. അകം പുറത്തെടുത്താൽ ഹല്ലേലൂയ 4 പേരുടെ മുമ്പിൽ വെക്കാകുന്ന ഉള്ളുള്ളവനെന്ന് പറയണം. അതാ നിഷ്കളങ്കത്വം. ഇൻറ്റഗ്രിറ്റി എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ അകത്തുള്ള ആ ഹോണസ്റ്റി എന്ന് പറയുന്നത് അകം പുറത്തെടുത്താൽ ട്രാൻസ്പെറൻ്റ് ആണ്. ഇവിടെ കുഴപ്പമൊന്നും യഹോവനിസി ചർച്ചിന് ഒരു കുഴപ്പമില്ലെന്ന് വിശ്വാസത്തോടെ ഞാൻ പ്രസംഗിക്കുന്നു. ഞാൻ ലോകം മൊത്തം സഞ്ചരിക്കുന്ന ഒരു ഉപദേശി ആയതുകൊണ്ട് എല്ലാവർക്കും കൂടെ ചേർത്തൊരു ദൂത് എന്നോടും ചേർത്ത് പറയുകയാണ്. ചിലർ ഇവിടെ പോവാന്ന് പറഞ്ഞാൽ അവിടെ കാണത്തുള്ളൂ. എങ്ങോട്ടാ? അങ്ങോട്ട് നിന്ന് കാണുന്ന എവിടാ? ഇവിടെ ആയിരിക്കും. സത്യം പുറത്തു വരത്തില്ല. നാക്കെടുത്താൽ സത്യം പറയത്തില്ല. ഹൃദയപൂർവ്വം സത്യം സംസാരിക്കണമെന്നല്ലേ വചനം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്? ഹല്ലേലൂയ. അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുക. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ എനിക്കൊരു വിരോധമില്ല, അതുകൊണ്ട് അങ്ങനെ പറയാം. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി പ്രാർത്ഥനയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന എൻ്റെ ഹൃദയത്തെ ഒത്തിരി സ്പർശിച്ചു. ഒരു 6 മാസം മുമ്പ് ഞാനൊന്ന് വീണിട്ട് എൻ്റെ കാല് മടക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ മുട്ടുമടക്കാഞ്ഞത്. അതുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് നിന്നത്. എനിക്കങ്ങ് വളരെ വളരെ ഹൃദയത്തിൽ അങ്ങ് സ്പർശനമായി മാറി ആ പ്രാർത്ഥന. വളരെ ഈ ആവേശത്തോടെ ഭൗതികത്തിനൊന്നും വേണ്ടിയല്ല, ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരാവേശം ദൈവമക്കളെ. എന്താ കാരണം എന്നറിയാമോ? എനിക്ക് കിട്ടിയ സന്തോഷം വേറെ ആക്കാൻ കിട്ടണമെന്നുള്ളതാണ് ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. നിത്യനരകത്തിൽ വീടുണ്ട എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ച് സ്വർഗരാജ്യത്തിന് ഓഹരിക്കാരനാക്കി മാറ്റി അത്ഭുത പ്രകാശത്തിൻ്റെ ആവേശത്തിലേക്ക് എന്നെ കൊണ്ടുവന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ഇടത്തും വലത്തും ഇരിക്കുന്നവനും ഈ ആവേശം ഉണ്ടാകണമേ എന്നല്ലേ ആത്മാക്കളുടെ വിടുതലിന് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിച്ചോണം. പോയി പറയാൻ പറ്റുന്നവർ പറയണം, പറയാൻ പറ്റാത്തവർ അകത്ത മുറി പ്രാർത്ഥിക്കണം. അന്ത്രയോസിൻ്റെ കാര്യം ദൈവദാസൻ ഓർപ്പിച്ചു. ഇല്ല, എനിക്ക് ആവേശം അന്ത്രയോസിനെ കുറിച്ച് പറയുന്നത്. സത്യത്തിൽ യേശുവിനെ ആദ്യമേ കണ്ട ആളാരാണ്? അന്ത്രയോസാണ്. പിന്നെ വന്നത് ആര്? പത്രോസ്. പക്ഷേ അവസാനം ലിസ്റ്റ് എടുത്തപ്പോൾ ആര് മുന്നിൽ കയറി? പത്രോസ് മുന്നിൽ കയറി. പക്ഷെ ഞാൻ ഇന്നും വിശ്വസിക്കുന്നു അന്ത്രയോസിൻ്റെ 3 മിനിസ്ട്രി മാത്രമേ വേദപുസ്തകത്തിൽ കാണുന്നുള്ളൂ. ഒത്തിരി ചെയ്ത് കാണും. പിന്നെ അന്ത്രയോസിൻ്റെ അല്ലെങ്കിൽ ആ സഭാ ചരിത്രത്തിൽ രക്തസാക്ഷിത്വം വരിച്ച ചരിത്രങ്ങളൊക്കെ വേറെയുണ്ട്. അതല്ല, വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 3 ശുശ്രൂഷ. ഒന്ന്, വീട്ടിൽ സുവിശേഷം പറഞ്ഞു. ഇത് മതിയല്ലോ, പിന്നെന്തോ വേണം? ഹല്ലേലൂയ. ബീഹാറിൽ പോയി പ്രസംഗിക്കാൻ എളുപ്പമാ, പക്ഷെ പാറശാല പ്രസംഗിക്കണമെങ്കിൽ നല്ല തൻ്റെ ഇടം വേണം. എൻ്റെ കൂട്ടത്തിലുണ്ടേ. പ്രൈസ് ദി ലോർഡ്. ദുബായ് പ്രവചിക്കാൻ എളുപ്പമാ, പക്ഷെ ഭാര്യയോട് സ്നേഹത്തോടെ 2 വാക്ക് പറയണം, അതിനെക്കാട്ടി കൃപ വേണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അന്യഭാഷയിൽ 1.5 മണിക്കൂർ തുള്ളാൻ എളുപ്പമാ, അച്ചായ എന്ന് വിളിച്ചിട്ട് 4 വാക്ക് സ്നേഹത്തോടെ പറയണമെങ്കിൽ ഇരട്ടി ആത്മശക്തി വേണം. എല്ലാവരും എൻ്റെ കൂട്ടത്തിലുണ്ടേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ അന്ത്രയോസ് വീട്ടിൽ ചെന്ന് സുവിശേഷം പറഞ്ഞു. പത്രോസിനെ വിളിച്ചുകൊണ്ട് വന്ന് കാണാമെന്ന് പറഞ്ഞു. പിന്നെ പുള്ളി അങ്ങ് വലുതായി. സ്തോത്രം. നമ്മൾ വളർത്തിയവർ വലുതാകുമ്പോഴാണ് നമുക്ക് സന്തോഷം. നമുക്കൊരു കുഴപ്പമുണ്ട്. ഇതാണ് നമ്മുടെ ലിമിറ്റ്. ഇങ്ങനൊരു വര വരച്ചിട്ടുണ്ട്. ഇതിനപ്പുറത്ത് ആരും എൻ്റെ കൂട്ടത്തിലുണ്ടേ. ഞാൻ വചനത്തിലെ കാര്യങ്ങൾ പറഞ്ഞു വരുന്നേ ഉള്ളൂ. നമ്മുടെ ആഗ്രഹം നമ്മളെക്കാൾ എല്ലാവരും വലുതാകണം. ഹല്ലേലൂയ. പത്രോസ് അങ്ങ് വളർന്ന് വലുതായി. 2ാമത്തെ ശുശ്രൂഷ സൺഡേ സ്കൂൾ മിനിസ്ട്രി ആയിരുന്നു പുള്ളിക്ക്. മീറ്റിംഗ് നടക്കുമ്പോൾ പിള്ളേരുടെ കൂടെ നടക്കും. അങ്ങനെ ഒരുത്തൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും കണ്ടുപിടിച്ചു. ചിൽഡ്രൻ മിനിസ്ട്രി. ഞാൻ 17 വർഷം ചിൽഡ്രൻ മിനിസ്ട്രി ചെയ്തിട്ടാണ് ഹല്ലേലൂയ സഭാ ശുശ്രൂഷ ഏറ്റെടുത്തത്. കുഞ്ഞുങ്ങളുടെ കയ്യിൽ എന്തുണ്ട് കർത്താവിന് കൊടുക്കാൻ പറ്റിയതെന്ന് കണ്ടുപിടിക്കണം. ഫിലിപ്പോസ് 800 വെള്ളിക്കാശിൻ്റെ അക്കൗണ്ടിൽ ഇത്രയും പൈസ ഉള്ളൂ, അക്കൗണ്ടിൽ ഇത്രയും പൈസ ഉള്ളൂ, ഏത് കടക്കിട്ട് ഏത് സ്ഥലമായി ഇത് കണക്കെടുത്തുകൊണ്ടിരിക്കും. അവൻ പറഞ്ഞത് ശരിയാണ്. യൂതയാണെങ്കിൽ അതും കൂടെ സേവ് ചെയ്തായിരുന്നെങ്കിൽ ഇവിടെ ഇട്ടേക്കാന്ന് ഓർത്തുകൊണ്ട് ഇരിക്കുന്ന യൂത. പത്രോസ് ആണെങ്കിൽ ഉള്ള വാളിൻ്റെ വില മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് അന്ത്രയോസ് പറയുന്നത് ഇവിടെ ഒരു ബാലകനുണ്ട്, അവൻ്റെ കയ്യിൽ ഈ എങ്ങനെ 5 അറിഞ്ഞത്? അത് അതിനെക്കാട്ടി രസം. ഇവൻ പലവട്ടം പൊതി അഴിച്ച് കാണും. പ്രസംഗം തീർന്നിട്ട് വേണ്ടേ കഴിക്കാൻ. എന്നാലും ഒരു ദിവസം കൊച്ചവിടെ ഇരുന്ന് കൊടുത്തല്ലോ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പൊതിയഴിക്കും അടയ്ക്കും, പൊതിയഴിക്കും അടയ്ക്കും. അടുത്ത പോയിന്റ് പറയുക. യേശു ഓരോ പോയിന്റ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ പൊതി അടച്ചുകൊണ്ടിരിക്കും. അങ്ങനെ 5-6 പ്രാവശ്യം ആയപ്പോൾ അന്ത്രയോസ് മനസ്സിലാക്കി ഇതിനകത്ത് എത്ര അപ്പം ഉണ്ട്? 5 അപ്പം ഉണ്ട്. പിന്നെ 2 വറുത്ത്, ഇത് ബേക്ക് ചെയ്തതുമല്ല ചുട്ടതുമല്ല, വറുത്തതാണെന്ന് തന്നെ ഈ പൊതി അഴിച്ചപ്പോൾ പുള്ളിക്ക് മനസ്സിലായി. ഇനി ഒരു ബാലകൻ്റെ കയ്യിൽ എനിക്ക് മനസ്സിലായുള്ള ദൂത് ഇതേ ഉള്ളു. അന്ത്രയോസ് അന്ന് അവനെ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ
ഒരു നേരത്തെ ആഹാരം കഴിച്ചു മടങ്ങിപ്പോകേണ്ടവനെ 5000 കുടുംബത്തിന്റെ ആഹാരമാക്കി മാറ്റുവാൻ ഒരുവന്റെ ശുശ്രൂഷയ്ക്ക് കഴിഞ്ഞെങ്കിൽ ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. നിന്റെ ഒരു പ്രാർത്ഥന, നിന്റെ ഒരു സമർപ്പണം, നീ ഒരു ട്രാക്റ്റ് കൊടുക്കുന്നത്, ദൈവദാസ ദൈവദാസി, നീ മുഴങ്കാലിൽ വീണാൽ നിനക്ക് മാത്രമല്ല ആയിരങ്ങളുടെ ആത്മതൃപ്തിക്ക് നിന്റെ ആദരത്തെ പ്രയോജനപ്പെടുത്തുന്ന അത്യുന്നതന്റെ കരം 2023 ഈ സഭയിൽ വെളിപ്പെടട്ടെ. റേബാല വൈഡമാന ഹത്തരേ രഗൽക്കടകന ഐഷമന റീഗാമന ഹസ്തരേ ദഗൽക്കടകന. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എൻ്റെ ആദരം 1000ങ്ങളുടെ സംതൃപ്തിക്ക് കാരണമായി മാറുന്നു. എൻ്റെ പ്രാർത്ഥന 10000ങ്ങളുടെ വിടുതലിന് കാരണമായി തീരുന്നു. യഹോവ നിസി ചർച്ചിൻ്റെ മുഖച്ഛായ മാറ്റുന്ന ഒരു വർഷമായി 2023 മാറുമെന്ന് ആത്മാവിൽ ദൂത് പറഞ്ഞാൽ എത്ര പേർ സ്തോത്രം പറയും? ഇന്ന് വരെ കാണാത്ത ഒരു അഭിഷേകത്തിൻ്റെ നിറവ് ആലയത്തിനകത്ത് വിടുതലുകൾ സാധാരണ സംഭവമായി മാറട്ടെ. മഞ്ഞു പെയ്തിറങ്ങുന്ന പോലെ വചനത്തിൻ്റെ മാരി ഒരറ്റം മുതൽ അറ്റം വരെ വെളിപ്പെടുമാറാകട്ടെ. ഇരിക്കുന്നവർ മതിമറന്ന് ആരാധിക്കുന്ന, അന്യായത്തങ്ങൾ ശാസിക്കപ്പെടുന്ന, അശുദ്ധ ശക്തികൾ ആട്ടിപ്പായിക്കപ്പെടുന്ന, റുബന രഗൽക്കടകന പട്ടണത്തെ കീഴ്മേൽ മറിക്കുന്ന അഭിഷേകത്തിന്റെ പുത്തൻ കവിഞ്ഞൊഴുക്ക് ഈ ആലയത്തിൽ നിന്ന് ഒരു നദി പോലെ പുറത്തു പോകുന്ന കാലഘട്ടമാക്കി തീർക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ജീസസ്. കുഞ്ഞുങ്ങൾ ദൈവകൃപയിലേക്ക് ഈ വർഷക്കാലം ഉയർത്തപ്പെടുന്ന വർഷമായി മാറണം. ഹല്ലേലൂയ. ഇന്നലെ ഞാൻ എവിടെയോ പ്രസംഗിച്ചപ്പോൾ ഓർപ്പിച്ചു, ഞാൻ പ്രസംഗിച്ച പ്രസംഗത്തിന് പിന്തുടർച്ചക്കാരുണ്ടാകണമെന്ന്. എൻ്റെ കാലം കൊണ്ട് ഈ മണ്ണിൽ തീരേണ്ടതല്ല ശുശ്രൂഷ, അടുത്ത തലമുറ ഇവിടെ എഴുന്നേൽക്കണം. ഞാൻ പാടിയതിനേക്കാൾ കൂടുതൽ എൻ്റെ കുഞ്ഞുങ്ങൾ പാടണമെന്ന് കൊതിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് കർത്താവിനെ സ്തുതിക്കാം. ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പ്രസംഗിച്ചതിനേക്കാൾ കൂടുതൽ എൻ്റെ കുഞ്ഞുങ്ങൾ കർത്താവിൻ്റെ വചനം പറയണമെന്ന് കൊതിക്കുന്ന മാതാപിതാക്കൾക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, ഈ 2023 ദൈവസഭയുടെ ഞാൻ വായിച്ച വാക്യവുമായി ചിലപ്പോൾ ബന്ധപ്പെടുത്തി ഇത് പറയുവാൻ കഴിഞ്ഞില്ലെന്ന് വന്നേക്കാം. എങ്കിലും പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ തന്ന ദൂതുകൾ ഞാൻ വിളിച്ചു പറയുന്നുവെന്ന് മാത്രം. തലമുറകളുടെ കഴിവുകളെ കണ്ടെത്തി അവരെ ക്രിസ്തുവിലേക്ക് നടത്തുന്ന വർഷമായി മാറണം. ഹല്ലേലൂയ. 3 അന്ത്രയോസിൻ്റെ 3ാമത്തെ ശുശ്രൂഷ യോഹന്നാന്റെ സുവിശേഷം 12ാം അധ്യായത്തിലാണ് കാണുന്നത്. കുറച്ച് യവനന്മാർക്ക് യേശുവിനെ കാണണം. അവർ വന്ന് ഫിലിപ്പോസിനോട് പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് യേശുവിനെ, ബെത്സയിദക്കാരനായതുകൊണ്ട് പറഞ്ഞു ഞങ്ങൾക്ക് യേശുവിനെ കാണണം. ഉടനെ ഫിലിപ്പോസിനൊരു പേടി, കാരണം അങ്ങോട്ട് പോയി പറയാം. ഫിലിപ്പോസ് എന്ന് ആരോട് പറഞ്ഞു? അന്ത്രയോസിനോട് പറഞ്ഞു, നമുക്കിവനെ ഒന്ന് യേശുവിനെ കാണിച്ചു കൊടുക്കണം. അവരുടെ അടുത്ത് വരുന്നതാണ് അടുത്ത സംഭവം. അപ്പം ഇത്രയേ ഉള്ളൂ. 3 ശുശ്രൂഷയാണ് അന്ത്രയോസ് ചെയ്തത്. 1 കുടുംബത്തിനകത്തൊരു ശുശ്രൂഷ, 2 കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഒരു ശുശ്രൂഷ, 3 ഹല്ലേലൂയ ജാതികളുടെ ഇടയിൽ ഒരു ശുശ്രൂഷ. ഈ 3 ശുശ്രൂഷ മതിയല്ലോ, ഇതിക്കുള്ള എന്തോ വേണം. ഒരു കാര്യം എൻ്റെ ആത്മചിന്തയെ കൂടെ പോകുന്ന അങ്ങ് പറയുക കേട്ടോ. ഈ സ്വർഗത്തിൽ ഈ കിരീടമൊക്കെ വെക്കുന്ന ഒരു സമയമുണ്ടല്ലോ. ഈ കിരീടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മൻകുടം വെക്കുന്ന പോലെ ഒന്നിൻ്റെ മണ്ടയ്ക്ക് കിരീടമൊന്നുമല്ല, തേജസ്സായി കിരീടം എന്ന് പറയുന്നത്. അതുകൊണ്ടല്ല അത് അവിടെ ചെന്നിട്ട് തലയിൽ തുപ്പി വെക്കുന്ന കാര്യമൊന്നുമല്ല പറയുന്നത്. ഇവിടെ വെച്ചേ ആ തേജസ് കൊണ്ടു നടക്കാൻ ശീലിക്കണം. തേജസ്സുകൾക്ക് വ്യത്യാസമുണ്ടെന്ന് കൊരിന്ത്യലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ നക്ഷത്രങ്ങളുടെ തേജസ് വേറെ, അല്ലെങ്കിൽ ചന്ദ്രൻ്റെ സൂര്യൻ്റെ തേജസ് വേറെ. അങ്ങനെ ഒരു തേജസ്, ആ കിരീട ധാരണം നടക്കുന്ന സമയം, കിരീടധാരണം നടക്കുന്ന ഇതുപോലെ ആൾക്കാരൊക്കെ നിൽക്കുകയാണ് ഭൂലോകത്തിൽ. ഇത് രക്ഷിക്കപ്പെട്ട് കർത്താവിൻ്റെ കൃപയിൽ നിന്ന് കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെട്ട വിശുദ്ധന്മാരുടെ സർവ്വസംഘത്തിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ കിരീടധാരണം നടക്കുമ്പോൾ പേര് വിളിച്ചു. സ്തോത്രം. പത്രോസിൻ്റെ കിരീടധാരണം നടക്കാൻ പോകുക. ദൈവസഭയുടെ കരുത്തനായ അപ്പോസ്തലൻ കർത്താവിന് വേണ്ടി അല്ലെങ്കിൽ അഗ്നിശോധനകളിലൂടെ കടന്നുപോയി ആയിരങ്ങളെ യേശുവിന് വേണ്ടി നേടി. ഒറ്റ പ്രസംഗത്തിൽ 3000, പിന്നീട് 5000, അങ്ങനെ എണ്ണമില്ലാത്ത ആത്മനിയോഗത്താൽ സ്വർഗത്ത് രാജ്യത്തിൻ്റെ താക്കോൽ പരിശുദ്ധാത്മാവിൻ്റെ കലവുറ യെരുശലേമിലും യഹൂദയിലും ശമരിയിലും ഭൂലോകത്തിൻ്റെ അറ്റത്തോളം തുറന്നുകൊടുത്ത കരുത്തനായ ദൈവദാസൻ യേശു ദൈവപുത്രൻ എന്ന വെളിപ്പാട് കിട്ടിയ പത്രോസ്, അല്ലെ സഭയുടെ തൂണായി മാറിയ പത്രോസ്. പത്രോസിനൊരു കിരീടം, പത്രോസിൻ്റെ ഭാഷ തന്നെ പറയാം ഏത് കിരീടമാണെന്ന്, അവരവരുടെ ഭാഷ അറിയാമല്ലോ. അല്ലേ പത്രോസ് ലേഖനത്തിൽ പറഞ്ഞിട്ട് ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം. അങ്ങനെ തേജസ്സിൻ്റെ വാടാത്ത കിരീടം കൊടുക്കാൻ വേണ്ടി ദൂതസഞ്ചയം ഇങ്ങനെ കടന്നു വരുമ്പോൾ, ഞാൻ എൻ്റെ പ്രസംഗ ഭാഷയെ പറയുക, തെറ്റിദ്ധരിക്കരുത്, സ്വർഗത്തിൽ ഒരു ബെല്ലടിച്ചിട്ട് പറയും 1 മിനിറ്റ് നിൽക്കാമോ, അതിനു മുമ്പ് എനിക്ക് ഒരാളെ ആദരിക്കാനുണ്ട്. ഹല്ലേലൂയ.
അന്ന് അവൻ ചെന്നിട്ട് ഞാൻ മശിഹായെ കണ്ടു, വന്ന് കാണുക എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇവനെ എനിക്ക് കൈ കിട്ടിയത്. ഇവനെ ലോകത്തിൽ ആരും അറിയത്തില്ലെങ്കിലും പത്രോസിൻ്റെ കിരീടത്തേക്കാൾ തിളക്കം കാണും അന്ത്രയോസിൻ്റെ കിരീടത്തിനെന്ന് ഇന്ന് രാത്രി ഞാൻ ഇന്ന് പകൽ ആത്മാവിൽ ദൂത് പറയും. റീബാല റഖൽ കടകന ഈ സ്റ്റേജിൽ ഒരു പ്രാവശ്യം പോലും പ്രസംഗിച്ച് കാണത്തില്ല, ഒരു പ്രാവശ്യം പോലും പാട്ടുപാടാൻ അവസരം കിട്ടിക്കാണത്തില്ല. ലോകം അറിയപ്പെടുന്ന കേമന്മാരുടെ ലിസ്റ്റിലൊന്നും നിങ്ങളുടെ പേര് കാണത്തില്ല. പക്ഷേ അകത്ത് മുറിക്കകത്ത് നിറഞ്ഞ കണ്ണുകളോടെ നീ ഒഴുക്കിയ കണ്ണുനീര്, നീ വിതച്ച വിത്തുകൾ ഇന്ന് രാവിലെ ഞാൻ ആത്മാവിൽ ദൂത് പറയുന്നു, സ്വർഗരാജ്യത്തിലെ കറ്റകളായി അടുക്കി കെട്ടിവെച്ചിട്ടുണ്ട്. പ്രതിഫലം വിഭാഗിക്കുന്ന നാളിൽ നിന്റെ കിരീടത്തിൻ്റെ തിളക്കം ഇന്ന് ലോകം കണ്ട സകല അല്ലെങ്കിൽ കേമന്മാരുടേക്കാൾ തിളക്കമുണ്ടായിരിക്കുമെന്ന് വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. ഓ റബ ശമനെ ഹതുരെ വൈഡമാന ഹസ്തര രഗൽ കടകന ഹല്ലേലൂയ. കണ്ണുനീരോടെ വിതയ്ക്കൂ, ആർപ്പോടെ നിങ്ങൾക്ക് കൊയ്യുവാൻ കഴിയും. അങ്ങനെ ഇയ്യോബിനോട് ചോദിച്ച രണ്ടാമത്തെ ചോദ്യമാണ്, ഞാൻ സൃഷ്ടിച്ചതിനെ നിനക്ക് കരുതാൻ പറ്റുമോ? അത് പറഞ്ഞാണ് ഞാൻ ഈ ഭാഗത്തോട്ട് പോയത്. ഇയ്യോബിൻ്റെ വീട്ടിൽ എന്നും 7000 ആടിന് പുല്ല് കൊടുക്കാറുണ്ട്, 3000 ഒട്ടകത്തിന് തീൻ കൊടുക്കാറുണ്ട്, കാളയ്ക്ക് വൈക്കോൽ കൊടുക്കാറുണ്ട്, കഴുതയ്ക്ക് വേണ്ടത് കൊടുക്കാറുണ്ട്. പക്ഷേ ഇയ്യോബ് ഇന്ന് വരെ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നായ്ക്കും തത്തയ്ക്കും പൂച്ചയ്ക്കും എല്ലാം നമ്മൾ ആഹാരം കൊടുക്കും. പക്ഷെ കാക്കയ്ക്ക് ഭക്ഷണം കൊടുത്തിട്ട് വന്ന് ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? പക്ഷേ ഇയ്യോബിനോട് ദൈവം ചോദിച്ചത്, ഇയ്യോബ് 38:41, കാക്ക കുഞ്ഞുങ്ങൾ ഇരകിട്ടാതെ ഉഴന്ന് നിലവിളിക്കുമ്പോൾ അവയ്ക്ക് തീനെത്തിച്ചു കൊടുക്കുന്നത് ആരാ? ഇയ്യോബേ, നീ വലിയ ധനാട്ടിനാണല്ലോ, നീ പ്രസിദ്ധനാണല്ലോ, പക്ഷേ നീ പോലും ഗൗനിക്കാത്ത മരപ്പത്തിലിരുന്ന് വിശക്കുന്നു എന്ന് പറയുന്ന കാക്കിയുടെ നിലവിളി കേൾക്കുവാനും എനിക്കൊരു ചെവിയുണ്ടെന്ന് അറിഞ്ഞോണം. ഇന്ന് രാവിലെ ദൈവദാസനെ ഓർപ്പിച്ചു, സഭയുടെ ആവശ്യങ്ങൾക്കും ആത്മാക്കളുടെ വിടുതലിനും വേണ്ടി നീ കരഞ്ഞപ്പോൾ നിന്റെ ഹൃദയത്തിനകത്തൊരു തേങ്ങൽ എൻ്റെ വിഷയം ആര് കാണും? അല്ലെങ്കിൽ പത്തനംതിട്ടയിലും കോഴഞ്ചേരിയിലും പാറശാലയിലും മരപ്പത്തിലും മരക്കൊമ്പിലും ഇരുന്നു കൊണ്ട് തൻ്റെ കുഞ്ഞുങ്ങളുടെ വിശപ്പിന് വേണ്ടി നിലവിളിച്ച, ഭാഷയില്ലാത്ത, ശുദ്ധിയില്ലാത്ത, നിറമില്ലാത്ത, മണമില്ലാത്ത, അല്ലെ ആത്മാവില്ലാത്ത കാക്കിയുടെ നിലവിളി സ്വർഗം കേട്ടെങ്കിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മനിറവിൽ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ച നിന്റെ നിലവിളി 1000 മടങ്ങ് വേഗത്തിൽ സ്വർഗത്തിൽ എത്തുമെന്ന് ഉറപ്പുള്ളവർക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരയുന്ന കാക്കയ്ക്കും അല്ലെങ്കിൽ കാട്ടിലെ സകല മൃഗങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്നവൻ്റെ ലിസ്റ്റിൽ എൻ്റെ പേരുണ്ടെന്ന വെളിപ്പാട് ഇന്ന് രാവിലെ അകത്തുണ്ടായിരിക്കണം. ഞാൻ സൃഷ്ടിച്ചതിനെ നിനക്ക് കരുതാൻ പറ്റുമോ? മൂന്നാമത് ചോദിച്ച ചോദ്യത്തിൻ്റെ ഇത്രയേ ഉള്ളൂ, ഞാൻ സൃഷ്ടിച്ചതിനെ നിനക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ? ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ രാശി, മകീരം, കാർത്തിക തുടങ്ങിയുള്ള നക്ഷത്രങ്ങളുടെ എണ്ണം, ഹല്ലേലൂയ. പിന്നെ ഹല്ലേലൂയ, വെള്ളത്തിൽ കൂടെ കുതിച്ചു പായുന്ന തിമിംഗലം, ലിവിയാതാൻ, അതിനെയൊക്കെ നിനക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ? കാലങ്ങൾ കല്ലി സംവത്സരം നിനക്ക് മാറ്റാൻ പറ്റുമോ? നിനക്കിതിനൊന്നും കഴിയത്തില്ല. പിന്നെ എന്തിനാ നീ ഇങ്ങനെ വെറുതെ ബഹളം വെക്കുന്നതെന്ന്? സൃഷ്ടിക്കാൻ കഴിയത്തില്ല നിനക്ക്. അപ്പോൾ ഇന്ന് രാവിലെ തിരിച്ചറിയേണ്ടത് ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മഹത്വം, ദൈവത്തിൻ്റെ കരുതലിൻ്റെ ശ്രേഷ്ഠത, ദൈവിക നിയന്ത്രണത്തിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞാൽ നമ്മുടെ സ്ഥിതിക്കും മാറ്റം വരും. ഹല്ലേലൂയ. ലോകത്തിലെ ഏറ്റവും സുന്ദരനും സുന്ദരിയും ഒന്ന് കൈപൊക്കിയാട്ട്. ആരും കൈപൊക്കുന്നില്ല. കണ്ണാടി പോയിന്നിട്ട് പറയണം ഭയങ്കര അതിശയമായി, എന്നെ എന്തൊരു സന്തോഷമാണ്. ദൈവമക്കളെ, നിറത്തിൻ്റെ അടിസ്ഥാനത്തിലും നീളത്തിൻ്റെ അടിസ്ഥാനത്തിലും അല്ല സൗന്ദര്യം വേദപുസ്തകം തീരുമാനിക്കുന്നത്. വേദപുസ്തകം സൗന്ദര്യം തീരുമാനിക്കുന്നത് നിങ്ങളുടെ വിശുദ്ധിയുടെ അടിസ്ഥാനത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. കണ്ണാടിയുടെ മുന്നിൽ പോയിന്നുകൊണ്ട് പറയണം, ദൈവത്തിൻ്റെ അതേ ഛായ എനിക്ക്. പ്രൈസ് ദി ലോർഡ്. ഈ വേദപുസ്തകത്തിൻ്റെ ഉദ്ദേശം തന്നെ നിങ്ങൾക്ക് സൗന്ദര്യം വരുത്താൻ. എത്ര പേര് വിശ്വസിക്കുന്നു? ചുമ്മാ വേദപുസ്തകം കയ്യിലെടുത്ത് ഉള്ളവർ ഈ ദ പേർപ്പസ് ഓഫ് ദ വെരി പേർപ്പസ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനത്തിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് ശുദ്ധീകരണം വരുത്താൻ. അതെങ്ങനെയാണെന്ന് ഇവിടെ പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് പോകാം. ഇത് കണ്ണാടിയാണ്. വേദപുസ്തകം യാക്കോബ് ലേഖനത്തിൽ പറയുന്നത് ദൈവവചനം എന്താണ്? കണ്ണാടിയാണ്. കണ്ണേ വെക്കുന്ന കണ്ണാടിയുടെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്, മുഖം നോക്കുന്ന കണ്ണാടി, റിഫ്ലക്റ്റീവ് മിറർ. ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും കണ്ണാടി നോക്കാത്തൊരു കൈ നോക്കി. അപ്പോൾ അതിൻ്റെ അർത്ഥം എല്ലാവരും കണ്ണാടിയിൽ നോക്കിയിട്ടാണ് വന്നത്. നിങ്ങൾ എന്തിനാ ഈ കണ്ണാടി നോക്കുന്നത്? സൗന്ദര്യം ആസ്വദിക്കാനോ? ഞാൻ പറയാം എന്താ വേദപുസ്തകത്തിൻ്റെ ഉദ്ദേശം പറഞ്ഞിട്ട് മുന്നോട്ട് പോകാമല്ലോ. ഈ കണ്ണാടി നമുക്ക് നമ്മളെക്കുറിച്ച് ഒരു രൂപമുണ്ട്, നമ്മളെക്കുറിച്ച് നമുക്കൊരു സ്വപ്നമുണ്ട്.
പക്ഷെ കണ്ണാടി ചെന്ന് നോക്കിയപ്പോഴാണ് അതുപോലല്ല കണ്ണാടി നമ്മൾ ഇരിക്കുന്നത്. അയ്യോ, ഈ മൂക്കിന് ഇച്ചിരൂടെ നീളം ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ചാക്കോച്ചൻ്റെ ചെവി പോലായിരുന്നു എൻ്റെ ചെവിയെങ്കിൽ നന്നായിരുന്നു. അത് നമ്മുടെ ഹൃദയത്തിലുള്ള രൂപത്തോട് ഒപ്പിച്ചെടുക്കാൻ വേണ്ടിയായി കടയിൽ കിട്ടുന്ന സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് അവിടെ ഇവിടെയൊക്കെ തേച്ച് മിനുക്കി അരമണിക്കൂർ 3/4 മണിക്കൂർ കൊണ്ട് ഏകദേശം നമ്മുടെ ഹൃദയത്തിലെ രൂപത്തോട് കണ്ണാടിയിലെ രൂപം ഒപ്പിക്കുമ്പോഴാണ് കല്യാണത്തിന് പോകുന്നത്, സ്കൂളിൽ പോകുന്നത്, ചർച്ചിൽ പോകുന്നത്. മനസ്സിലായല്ലോ? ഇത് തന്നെ വചനം ചെയ്യുന്നത്. ഈ വചനത്തിന് നിങ്ങളെക്കുറിച്ച് ഒരു സ്വപ്നമുണ്ട്, രൂപമുണ്ട്. ഇത് തുറക്കുമ്പോൾ വചനം പറയുന്നു, ആ നാക്കിന് ഇച്ചിരി നീളം കൂടുതൽ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ വചനം പറയുന്നു, എൻ്റെ സ്വപ്നത്തിൽപ്പെട്ട കണ്ണല്ലല്ലോ നിനക്കുള്ളത്, കാഴ്ചപ്പാട് മാറ്റണം. വചനം തുറക്കുമ്പോൾ വചനം പറയുന്നു, നിന്റെ കാലിൻ്റെ നടപ്പ്, ജീവിത ശൈലി വചനവുമായി ചേർന്ന് പോകുന്നില്ല. നിന്റെ കൈകളുടെ പ്രവൃത്തി വചനവുമായി ചേർന്ന് പോകുന്നില്ല. അവിടെയാണ് കണ്ണിടർച്ച വരുത്തുമ്പോൾ ചൂഴ്ന്ന് കളയുന്നത്, ആ കാഴ്ച വേണ്ട എന്ന് വെക്കുന്നത് വചനത്താലുള്ള ശുദ്ധീകരണം. ആ സംസാരം ദൈവസഭയ്ക്കും ദൈവനാമത്തിനും ദൈവരാജ്യത്തിനും കുടുംബത്തിനും വേദന വരുത്തുന്നതാണെങ്കിൽ മേലാൽ ഈ സംസാരം ഞാൻ സംസാരിക്കത്തില്ല എന്ന ചിന്ത നമുക്ക് തരുന്നത് ദൈവവചനത്താലുള്ള ശുദ്ധീകരണമാണ്. ഇന്ന് രാവിലെ അത് പ്രാപിച്ചെടുക്കണം. പ്രൈസ് ദി ലോർഡ്. വിശദീകരിക്കുന്നില്ല. കൈ ഇടർച്ച വരുത്തിയാൽ വെട്ടിക്കളക, കാലിടർച്ച വരുത്തിയാൽ മുറിച്ച് കളക, കണ്ണിടർച്ച വരുത്തിയാൽ ചൂടുന്ന് കളക. അല്ലെങ്കിൽ ഒറ്റക്കയ്യനായും ഒറ്റക്കണ്ണുള്ളവനായും സ്വർഗത്തിൽ പോകുന്നതാണ് 2 കൈയുള്ളവനായി നരകത്തിൽ പോയി കിടക്കുന്നതിനേക്കാൾ നല്ലത്. വ്യാഖ്യാനത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പം ഇയ്യോബിനോട് ചോദിക്കുന്നു, എൻ്റെ സൃഷ്ടിയെ നിനക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ, മഹത്വം ഗ്രഹിക്കാൻ പറ്റുമോ, അതിൻ്റെ അല്ലെങ്കിൽ കരുതാൻ കഴിയുമോ? ആ തിരിച്ചറിവിലേക്ക് ഇയ്യോബിനെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഇയ്യോബിൻ്റെ ജീവിതത്തിലുണ്ടായ 6 വ്യത്യാസങ്ങൾ, ഹല്ലേലൂയ, സ്ഥിതിക്ക് വന്ന 6 വ്യത്യാസങ്ങൾ നമ്മൾ വേഗത്തിൽ ധ്യാനിക്കാൻ പോകുകയാണ്. 42-ാം അധ്യായത്തിൻ്റെ പ്രൈസ് ദി ലോർഡ് 2-ാം വാക്യം, 1-ാമത്തെ വ്യത്യാസം. നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ഇപ്പോൾ ഇയ്യോബിന് കിട്ടിയ 1-ാമത്തെ വെളിപ്പാട്, ദൈവത്തിന് സകലവും കഴിയും, നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. 2023 കർത്താവിൻ്റെ സ്ഥിതിക്ക് മാറ്റം വന്നുവെന്ന് സാക്ഷ്യം പറയുവാൻ കൊതിക്കുന്ന ദൈവസഭയെ നമുക്കുണ്ടാകട്ടെ 1-ാമത്തെ വെളിപ്പാട്, ദൈവം എന്താഗ്രഹിച്ചോ അത് നടന്നിരിക്കും. നിനക്ക് സകലവും കഴിയുമെന്നും ദൈവം ഉദ്ദേശിച്ചിട്ടുണ്ടോ അത് നടന്നിരിക്കും. അതാരെല്ലാം ചേർന്ന് തടുത്തു വച്ചാൽ. വചനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, ഞാൻ പ്രവർത്തിക്കും, ആരാതിനെ തടുക്കും. യഹോവ കരം നീട്ടും, ആർക്കതിനെ ദുർബലമാക്കുവാൻ കഴിയും. മമ്രയുടെ കൂടാരത്തിൻ്റെ വാതിക്കൽ 99 വയസ്സും ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് 89 വയസ്സുമുള്ള വൃദ്ധ ദമ്പതികളുടെ വീടിൻ്റെ വാതിക്കൽ നിന്ന് ദൂതൻ ചോദിച്ച ചോദ്യം, ഉൽപ്പത്തി പുസ്തകം 14:17, യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഉൽപ്പത്തി 18:17, യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടെന്ന് പറഞ്ഞാട്ട് വെല്ലുവിളിക്കുക. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് വെല്ലുവിളിക്കുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? അതിനെക്കാട്ടി നല്ലത് ആദരം കൊണ്ട് ഏറ്റു പറഞ്ഞാട്ടെ, നിനക്ക് സകലവും കഴിയും. നിനക്ക് എന്ത് കഴിയും? ഹല്ലേലൂയ. അതിന് 2 അർത്ഥം കൊണ്ട്. 3000 ഒട്ടകമുള്ളവനെ ഒന്നുമില്ലാത്തവനാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും. 7000 ആടുള്ളവനെ ഒന്നുമില്ലാത്തതാക്കി മാറ്റുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. 10 മക്കളുള്ള കുടുംബത്തിൽ മരണത്തിൻ്റെ വിത്ത് വിതച്ചിട്ട് ഹല്ലേലൂയ ഒന്നുമില്ലാത്തവനായി മാറ്റുവാൻ കഴിയും. പക്ഷേ അതിൻ്റെ നടുവിലും ആടുകൾ അല്ലിയ ഗോശാല വിട്ടു പോയപ്പോഴും, ഒട്ടകം തൊഴുത്ത് വിട്ട് ഇറങ്ങിപ്പോയപ്പോഴും, ആകാശത്തിലെ തീ കത്തി വയലുകൾ കത്തിമറിഞ്ഞപ്പോഴും, വന്ന സഹോദരങ്ങൾ ആക്ഷേപിച്ചപ്പോഴും, കൂടെ നടന്ന ഭാര്യ ദൂഷിച്ചപ്പോഴും, ഒരു ഓട്ട് കഷ്ണം കയ്യിൽ പിടിച്ചുകൊണ്ട് അത്യുന്നെ ആരാധിപ്പാൻ എന്നെ പ്രാപ്തനാക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. നിനക്ക് സകലവും കഴിയും. ഇന്ന് രാവിലെ വിശ്വസിച്ചാട്ട്, ദൈവത്തിന് എന്ത് കഴിയും? എൻ്റെ ആരാധനയുടെ മൂർച്ച കൂട്ടാൻ കഴിയും. രോഗമെന്നെ പിടിച്ചൻ ദേഹം ക്ഷയിച്ചാലും, ദേഹി ദുഃഖത്താൽ തകർന്നാലും, എല്ലാം പ്രതികൂലമായാലും എൻ്റെ പാട്ട് നിർത്തുവാൻ പിശാചിന് കഴിയത്തില്ല. എൻ്റെ ആരാധനയുടെ മൂർച്ച കൂടി വരും. ധീരബലവ സതുരേ വൈഷമാന ഹദരക്കടാനദിയ അർമന രകൽക്കടകന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ഓട്ട് കഷണം കയ്യിലെടുത്ത് പിടുത്തുകൊണ്ട്, എത്ര ചെക്ക് ബുക്ക് കൈ പിടിച്ച കരങ്ങളാണ്, എത്ര ഹല്ലേലൂയ ഒട്ടകത്തിൻ്റെയും ആടിൻ്റെയും കണക്കെടുത്ത കരങ്ങളാണ്. ഇന്ന് കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുന്നത് വെറും ഒരു പോട്ട്ഷെഡ്, ഒരു ഓട്ട് കഷണം. അത് ദേഹത്തിങ്ങനെ ചുരുണ്ടിക്കൊണ്ട് അസ്വസ്ഥമായ ശരീരത്തോടും മനസ്സോടും നുറുങ്ങിയ ഹൃദയത്തോടും കൂടെ നിൽക്കുന്ന ഭക്തൻ ഒരു ദൂത് പറഞ്ഞു. കാരണം
ദൈവത്തെ തള്ളിപ്പറയുവാൻ നോക്കി നിൽക്കുന്ന പിശാചിന് ഇത് ഒന്ന് കേട്ടാൽ മതി. അല്ല, ഇയ്യോബിൻ്റെ ആട് പോകാൻ വേണ്ടി ഒന്നും അല്ലെന്നേ പുള്ളിയുടെ പദ്ധതി. നിങ്ങളുടെ ഒരു കാറ് പോയിട്ടോ ആട് പോയിട്ടോ വീട് പോയിട്ടോ പിശാചിന് എന്താ കിട്ടാൻ? സർവ്വലോകവും എൻ്റെ അധീനതയിൽ കിടക്കുകയല്ലേ. അതൊന്നും അതുകൊണ്ട് ഇയ്യോബിൻ്റെ 2 ആട് പോയതുകൊണ്ട് സാത്താന് സന്തോഷമൊന്നുമില്ല. ആകെ പ്രതീക്ഷിച്ചത് ഇയ്യോബ് എഴുന്നേറ്റ് പറയണം ഭാര്യ പറഞ്ഞതുപോലെ, ദൈവമില്ല, ആരാധനയില്ല, സത്യദൈവമില്ല. ഈ ഒരു ഒറ്റ വാക്ക് കേട്ട പുള്ളി അന്നേരേ പോകും. ആരംഭത്തിലേ പറഞ്ഞായിരുന്നെങ്കിൽ ഇതൊന്നും നഷ്ടമൊന്നും ഉണ്ടാകത്തും ഇല്ലായിരുന്നു. പക്ഷേ ഇയ്യോബിൻ്റെ കയ്യിലെ ഓട്ട് കഷ്ണം എടുത്തുകൊണ്ട് ഇയ്യോബ് 1:20, 22, 21, 22 വാക്യങ്ങളിൽ യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം, ഇത് ആരാധന. തരുന്നതും ദൈവം, എടുക്കുന്നതും ദൈവം. അതിനും ഞാൻ പിശാചിന് അവകാശം കൊടുക്കത്തില്ല. അവിടെയല്ലേ ആരാധന വെളിപ്പെടുന്നത്? നമ്മൾ വരുന്ന ഉടനെ ഈ പിശാചെന്നെ കൊണ്ടുപോയി പിശാചെന്നെ പറ്റിച്ചു. നോ, എൻ്റെ ജീവിതത്തിലെ സ്വർഗം അറിയാത്തതൊന്നും വന്നിട്ടില്ല. ഹല്ലേലൂയ. എൻ്റെ വേദനയും എൻ്റെ സങ്കടവും എൻ്റെ ആഘോഷവും എൻ്റെ ആനന്ദവും ഒരുപോലെ ദൈവത്തിൻ്റെതാണെന്ന് തിരിച്ചറിവാണ് സത്യാരാധനയ്ക്കായി നമ്മെ പ്രേരിപ്പിക്കുന്നത്. ഹല്ലേലൂയ. വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ വർഷിപ്പ് ലീഡറിൽ ഒരാളായിരുന്നു ആസാഫ് എന്ന് പറയുന്നത്. 73-ാം സങ്കീർത്തനം. അത് തുടങ്ങുന്നത് തന്നെ ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടപ്പോൾ പുള്ളിക്ക് അങ്ങ് രാവിലെ ഞായറാഴ്ച പാസ്റ്ററെ വിളിച്ച് പറഞ്ഞു, പാസ്റ്റർ ഇന്ന് എനിക്ക് വർഷിപ്പ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇച്ചിരി പ്രശ്നമൊക്കെ ഉണ്ടോ, ഞാൻ അങ്ങോട്ട് വരുന്നില്ല. എന്താ കാരണം? രാവിലെ എഴുന്നേറ്റ് ജനൽ തുറന്നപ്പം അടുത്തവൻ 3-ാമത്തെ നില വെക്കുന്നു. പള്ളി പോകത്തില്ല, പ്രാർത്ഥിക്കത്തില്ല, സ്തോത്രം പറയത്തില്ല, സ്തോത്രാഴ്ച ഇടത്തില്ല. എന്നിട്ടും കെട്ടിടം പണിതുകൊണ്ടിരിക്കുക. ഈ 73-ാം സങ്കീർത്തനം എന്താ പറയുന്നത്? പുഷ്ടി കൊണ്ട് ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. അവർക്ക് വേദന ഒട്ടുമില്ല. ഒറ്റ പ്രാവശ്യം പോലും ഡോക്ടറെ കാണാൻ ഇതുവരെ. പക്ഷെ അകത്ത് മുറിയിൽ ഗുളിക വിഴുങ്ങുന്നുണ്ടെന്ന് ആർക്കറിയാം. പക്ഷേ അവരുടെ ദേഹം എങ്ങനെ ഇരിക്കുന്നു? തടിച്ചുരുണ്ടിരിക്കുന്നു. കണ്ണെല്ലാം ഇങ്ങനെ ഒതളങ്ങ പോലെ പുഷ്ടി കൊണ്ട് തള്ളിയിരിക്കുന്നു. കുഞ്ഞുങ്ങളുടെ വിവാഹം തക്ക സമയത്ത് നടക്കുന്നു. വണ്ടികൾ മാറി മാറി വാങ്ങുന്നു. നമ്മൾ ഈ പറയുന്ന ഭൗതിക അനുഗ്രഹങ്ങൾ, ഈ മണ്ണിൽ കെട്ടിപ്പൊക്കുന്ന സൗധങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. ഞാനോ ഉപവാസ പ്രാർത്ഥന ഒറ്റ ഒരെണ്ണം പോലും മുടക്കിയിട്ടില്ല. ബൈബിള് എത്രാമത്തെ പ്രാവശ്യം വായിച്ചു എന്ന് എനിക്ക് പോലും അറിയത്തില്ല. കിട്ടുന്നതെല്ലാം കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി കൊടുത്തു. ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും മുന്നിൽ പോയിരിക്കും. പ്രസംഗം, പ്രാർത്ഥന എല്ലാം എൻ്റെ സ്വത്തായിരുന്നു. ഞാൻ എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയത്. അതുകൊണ്ട് ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. ഇന്ന് പാട്ട് പാടുന്നില്ല. അടുത്ത ആളിനെ വിളിച്ചോളാൻ പറഞ്ഞു പാട്ട് പാടാൻ. പാസ്റ്റർക്ക് മാറാൻ പറ്റില്ല. ദാവീദോട് പറഞ്ഞ കാര്യം പറയുന്നു. അങ്ങനെ ആസാഫ് എന്ന പാട്ടുകാരൻ, ആസാഫ് എന്ന സംഗീതജ്ഞൻ, ആസാഫ് എന്ന ട്യൂൺ ചെയ്യുന്ന ആൾ അന്ന് സഭായോഗത്തിന് ഏറ്റവും ലേറ്റായിട്ട്, ഇവിടെ എപ്പോഴാണ് തുടങ്ങുന്നത് എനിക്കത്തില്ല, 10 മണിയെന്ന് വെച്ചോ, ഞാൻ എൻ്റെ ഒരു ഭാഷ പറയാം, 10:30 ആയപ്പോഴാണ് ചെന്ന് കയറിയത്. ഏറ്റവും പുറകിൽ പോയിരുന്നു. അങ്ങനെ ഇരുന്ന് കണ്ണടച്ചപ്പോൾ ഒരു കാഴ്ച കാണുന്നു. ഞാൻ ഈ രാവിലെ കണ്ട തളർച്ചയും വളർച്ചയൊക്കെ ഉണ്ടല്ലോ, അതിങ്ങനെ എണ്ണ തേച്ച തറയിൽ കൂടെ ഓടുന്ന പോലെ ഇരിക്കുന്നു. എല്ലാവരും ഈ ഓടുന്ന ട്രെഡ്മില്ലെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതേ കുറച്ച് ഗ്രീസ് തേച്ചിട്ടൊന്ന് ഓടി നോക്കും. ദുഷ്ടന്മാരുടെ സൗഖ്യമൊക്കെ അങ്ങനെയുള്ളൂ ദൈവമക്കളെ. ദൈവത്തിൻ്റെ കരസ്പർശനമില്ലാത്ത ഈ അനുഗ്രഹം വഴുവഴുപ്പി നിൽക്കുന്ന അനുഗ്രഹമാണ്. ദൈവകൃപ വെളിപ്പെടാത്ത നന്മയെല്ലാം അനുഗ്രഹമല്ല. അത് തിരിച്ചറിയണം. ദൈവത്തിൻ്റെ കരസ്പർശനമില്ലാത്ത ഒരു നന്മയും നന്മയല്ലെന്ന വെളിപ്പാടുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അതിൻ്റെ 23-ാം വാക്യം, 73-ാം സങ്കീർത്തനം 23 തൊട്ട്, എന്നിട്ട് ഞാൻ എപ്പോഴും നിന്റെ അടുക്കൽ ഇരിക്കുന്നു, നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. ഏറ്റവും പുറകിരുന്ന മനസ്സ് മുറിഞ്ഞ പാട്ടുകാരൻ്റെ വലം കൈയിൽ ഒരു ചൂട്. ദൈവമക്കളെ, ദൈവദാസി, നമ്മുടെ പ്രാർത്ഥനയുടെ കൂടുതൽ കൊണ്ടൊന്നുമല്ല സ്വർഗം നമ്മെ താങ്ങിയത്. മനം നുറുങ്ങിക്കിടന്ന് പ്രാർത്ഥന പോലും മറന്നുപോയ രാത്രിയിലും വിട്ടുമാറാത്തൊരു വലങ്കരത്തിൻ്റെ സ്പർശനം. ഈ 2023 ആരംഭ ദിവസവും അനുഭവിക്കുന്നവർക്കായി സ്തോത്രം. ചൂടുള്ള വലങ്കരം, നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. എനിക്കെന്തൊരു ആവേശമെന്നറിയോ പറയാൻ. പണിതുയർത്തുവാൻ കെട്ടിടങ്ങളുടെ കൂമ്പാരമില്ലെങ്കിലും 4 പേരുടെ മുമ്പിൽ പറഞ്ഞു നിൽക്കുവാനല്ല നിവൃത്തിയില്ലെങ്കിലും എൻ്റെ മേൽ വെച്ചിരിക്കുന്ന ഒരു കരത്തിൻ്റെ ചൂട് എനിക്കറിയാം. ഇന്ന് രാവിലെ ജഹോവാനസി ചർച്ചിൽ കടന്നു വന്നിരിക്കുന്ന ഭക്തന്മാരുടെ ആത്മാവിൽ ദൂത് പറയുന്നു, ഈ ലോകം നിന്നെ പകച്ച് ദോഹിയല്ല എല്ലാം തകർത്താലും നിന്റെ തോളി വെച്ചിരിക്കുന്ന വലങ്കരത്തിൻ്റെ ചൂട് ആത്മാവിൽ അനുഭവിക്കുന്നവർ, അവർ നിർത്താതെ പാടും, അവർ നിർത്താതെ തുള്ളും, അവർ അന്യഭാഷ പറയും, അവർ പ്രവചിക്കും, അവർ ആത്മാവിൽ നൃത്തം ചെയ്യും, അവർ സ്തോത്രം പറയും, അവർ മതിമറന്ന് ആരാധിക്കും. അവരുടെ കണ്ണുകൾ കണ്ണുനീർ കൊണ്ട് സന്തോഷത്തിന്റെ ആശ്രക്ക കൊണ്ട് നിറയും. അവർ ആലയത്തിൽ അവർ അസാധാരണമായ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തും.
നീരമാന ഹഥര രകൽക്കടകന. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ജീസസ്. നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും. പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. ഇനിയും സത്യാരാധനയുടെ ദൂതൂടെ പറഞ്ഞ ഭാഗം വിടാം. അടുത്ത വാക്യം. സ്വർഗത്തിൽ എനിക്ക് പെട്ടെന്നൊരു പാട്ട് എഴുതി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വരെ പാടാത്ത ഒരു പാട്ട്. ഇന്ന് വരെ ഞാൻ പാടിയ പാട്ട്, ഹല്ലേലൂയ, ഒന്ന് സ്വർഗത്തിൽ എനിക്ക് ആരുണ്ട്, എല്ലാം ഉണ്ട്. ഭൂമിയിൽ എനിക്ക് എന്തോ ഉണ്ട്, ബാക്കിയെല്ലാം ഉണ്ട്. പക്ഷെ അന്നത്തെ പാട്ട്, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും. ശ്രദ്ധിക്കണം ആ പദം. ഇത് ഏറ്റു പറഞ്ഞു വേണം ദൈവമക്കൾ ദൈവത്തെ ആരാധിക്കാൻ. ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല. അതാണ് നമ്മുടെ സത്യാരാധന. 70 ഏറെയായാൽ 80 മാസമുള്ള കൊച്ചു ആയുസിൽ ഹല്ലേലൂയ എൻ്റെ ആഗ്രഹം മാറണം. സ്വർഗത്തിൽ എനിക്ക് ദൈവം മാത്രമേ ഉള്ളൂ, അതിന് മാറ്റമൊന്നുമില്ല. ഭൂമിയിലും ഇന്ന് തൊട്ട് തീരുമാനിക്കുന്നു, നിന്നെ അല്ലാതെ. റീബാൻ, ഇന്ന് രാവിലെ നിരാശ മാറണോ, ഭാരം മാറണമോ, അകത്ത് കയറിക്കൂടിയാൽ പതറിപ്പോയ ചിന്തകൾക്ക് വ്യത്യാസമുണ്ടാക്കണമോ, ആഗ്രഹം മാറണം. നിന്നെ അല്ലാതെ ഈ ഭൂമിയിൽ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. സത്യാരാധന വെളിപ്പെടട്ടെ. നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ദൈവം ഒരു കാര്യം തീരുമാനിച്ചാൽ അതെൻ്റെ ജീവിതത്തിൽ നടത്തിയെടുത്തിരിക്കും എന്ന തിരിച്ചറിവാണ് ഇയ്യോബിനുണ്ടായ ഒന്നാമത്തെ വെളിപ്പാട്. ഈ 2023 ദൈവസഭയെക്കുറിച്ച് ദൈവത്തിനൊരു സ്വപ്നമുണ്ട്. പട്ടണം മുഴുവൻ എതിർത്താലും, നിയമങ്ങൾ മാറ്റിമറിച്ചാലും, എതിരാളികൾ പലതു വന്നാലും സഫലമായൊരു വാതിൽ സ്വർഗം തുറന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അത് വലിയതും വിശാലമായതാണ്. ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത പുത്തൻ അനുഭവങ്ങളിലേക്ക് ദൈവസഭയെ നടത്തിയെടുക്കുവാൻ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. സ്വർഗത്തിൻ്റെ പുസ്തകത്തിൽ അത് എഴുതി വെച്ചിട്ടുമുണ്ട്. അത് കണ്ടെത്തുന്ന കാലഘട്ടമായി ഈ ആരംഭ ദിവസങ്ങൾ തന്നെ തീരട്ടെ എന്ന് ആത്മാവിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ദേവദാസം ഓർപ്പിച്ച പോലെ സുവിശേഷത്തിൻ്റെ ആത്മാവ് കൊണ്ട് അകം കത്തണം. ചിലരോട് യേശുവിനെ കണ്ടുമുട്ടണം. അയ്യോ, എല്ലാവരോടെ കൊണ്ടുവന്നാൽ ഞങ്ങൾ എവിടെ ഇരിക്കും? അന്നേരം വേറെ ദൈവം തരുമെന്ന്. പ്രൈസ് ദി ലോർഡ് അല്ലേ? അതുകൊണ്ട് ആരും ആളെ കൊണ്ടുവരാതിരിക്കണ്ട. ആലയം നിറഞ്ഞു കവിയുന്ന ആത്മീയ മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഒരു മുറിക്കകത്ത് 120 പേര് പ്രാർത്ഥിച്ചത്. പക്ഷേ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ ആരംഭവാക്യം പറയുന്നത് ഇരുന്ന വീട് മുഴുവൻ നിറച്ചു. എന്താ നിങ്ങൾക്കത് മനസ്സിലായോ? ഇവിടെ പ്രാർത്ഥിച്ചാൽ മതി, നിങ്ങളുടെ വീട്ടിൽ നിറയേണ്ടതൊക്കെ നിറഞ്ഞോളൂ. ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ തന്നെ ആലയത്തിനകത്ത് വെളിപ്പെടുന്ന ആത്മീയ മഹത്വം എസക്കേൽ കണ്ടതുപോലെ പറന്നു പൊങ്ങിപ്പോയി. ഉമ്മരപ്പടികളിൽ ഇരിക്കുന്നു, നിന്റെ കുടുംബത്തിൽ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിൻ്റെ മേലിരിക്കുന്നു, രക്ഷിക്കപ്പെടാത്ത ഭർത്താവിൻ്റെ മേൽ, സ്നാനപ്പെടാത്ത ഭാര്യയുടെ മേൽ, സുവിശേഷ വിരോധിയായ സഹോദരൻ്റെ മേൽ, അയൽവക്കക്കാരൻ്റെ മേൽ. ഇവിടെ ആരാധിക്കുമ്പോൾ ഈ മഹത്വം പറന്നു എന്ന് അവനെ കൂടെ ആലയത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്ന ദൈവപ്രവൃത്തി ഇന്ന് രാവിലെ വെളിപ്പെടട്ടെ. നിനക്ക് സകലവും കഴിയും. പ്രൈസ് ദി ലോർഡ്. ആയിരിക്കുന്ന ഇരിപ്പിൽ ആത്മാവിലൊന്ന് വിളിച്ചു പറഞ്ഞാട്ട് അറിയാവുന്ന ഭാഷയിൽ, തമിഴിലോ മലയാളത്തിലോ, നിങ്ങളുടെ ഏത് ഭാഷയായിക്കോട്ടെ. എനിക്ക് അത്യാവശ്യം തമിഴ് അറിയാം. ഞാൻ പണ്ട് തമിഴ്നാട്ടിലല്ല 2-3 ക്ലാസ് പഠിച്ചിട്ടുള്ളത് കൊണ്ട് അല്പം വായിക്കാൻ അറിയാം. പക്ഷെ ഫ്ലുവൻ്റൊന്നുമല്ല, അത്യാവശ്യം പറഞ്ഞാൽ മനസ്സിലാകും. ഏത് ഭാഷയിലെങ്കിലും വിളിച്ചു പറഞ്ഞാട്ട് നിനക്ക് സകലവും കഴിയും. വാ തുറന്ന് പറഞ്ഞാട്ട്, കർത്താവേ അങ്ങയ്ക്ക് സകലവും കഴിയും, അങ്ങയ്ക്ക് സകലവും കഴിയും. അതെന്താണെന്ന് നിങ്ങൾക്കും ദൈവത്തിനും മാത്രമേ ഇന്ന് രാവിലെ അറിയത്തുള്ളൂ. ഒരു പ്രവാചകന് വെളിപ്പെടാത്ത ഒരു മുറിവ് നിന്റെ അകത്തുണ്ട്. അതിനെ നോക്കി ആത്മാവിൽ നീ ദൂത് പറഞ്ഞാട്ട്, ദൈവമേ അങ്ങയ്ക്ക് സകലവും കഴിയും. ഇന്ന് രാവിലെ ഇതിന് മാറ്റം വരുത്തുവാൻ, ഇതിൻ്റെ തലവരെ മാറ്റിമറിക്കുവാൻ, ഇതിൻ്റെ നിജസ്ഥിതി മാറ്റിമറിക്കുവാൻ അങ്ങയ്ക്ക് സകലവും കഴിയും. ചില പേരുകൾ പറഞ്ഞ് പ്രാർത്ഥിച്ചാട്ടെ. ചില കുടുംബ പേര് പറഞ്ഞ്, ചില രോഗത്തിന്റെ പേര് പറഞ്ഞ്, ചില വർഷത്തിന്റെ കണക്ക് പറഞ്ഞ്, ചില അവസ്ഥകളുടെ, ചില സ്ഥലത്തിന്റെ പേര് പറഞ്ഞ് ആത്മാവിൽ നീ പ്രവചിച്ചാട്ട് നിനക്ക് സകലവും കഴിയും, നിനക്ക് സകലവും കഴിയും, നിനക്ക് സകലവും കഴിയും. നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്ന് ഇന്ന് പകൽ ഞങ്ങൾ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 2 ഇയ്യോബിനുണ്ടായ രണ്ടാമത്തെ സ്ഥിതിക്ക് വന്ന വ്യത്യാസം, അതിൻ്റെ 5-ാം വാക്യം. ഇയ്യോബ് 42 5-ാം വാക്യം. ഞാൻ നിന്നെ കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ. ഇയ്യോബ് ഇപ്പൊ പറയുക, കൺഫസ് ചെയ്യുക, ഞാൻ നിന്നെ കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോൾ എൻ്റെ കണ്ണാൽ നിന്നെ കാണും.
കേട്ടത് കാണുന്ന വർഷമായി മാറണം 2023. എത്ര പ്രസംഗം നിങ്ങൾ കേട്ടു, എത്ര ദൂതുകൾ ദൈവദാസന്മാർ മലവെള്ളം പാഞ്ഞു വരുന്നത് പോലെ നിങ്ങളുടെ അടുക്കിലേക്ക് പറഞ്ഞു തന്നു. ആത്മാവിൻ്റെ വെളിപ്പാടുകൾ ഒന്നിനു പുറകെ ഒന്നായി ഹല്ലേലൂയ അത് ഹല്ലേലൂയ ചാട്ടുളി പോലെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. കേട്ടത് കാണുന്ന വർഷമാണ്, വിശ്വാസം കാണുന്ന വർഷമാണെന്ന് വിശ്വസിച്ചാട്ട്. നിന്നെക്കുറിച്ച് ഞാൻ ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ. യോബ് കേട്ട 10-35 കാര്യം പറയണമെന്ന് എനിക്കുണ്ട്, പക്ഷേ അതിൻ്റെ സമയം ഞാൻ എടുക്കുന്നില്ല. നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോബിൻ്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 5, 6, 7 വാക്യങ്ങൾ വായിക്കുമ്പോൾ, നീ പലരെയും ശക്തീകരിച്ചു, അനേക കുഴയുന്ന മുഴങ്കാലുകളെ നീ താങ്ങിയിട്ടുണ്ട്, നിൻ്റെ വാക്ക് കൊണ്ട് നീ അനേകർക്ക് ആശ്വാസം കൊടുത്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇത് നിനക്ക് ഭവിച്ചിട്ട് നീ എന്തിനാ ഭ്രമിച്ചു നോക്കുന്നത്? യോബ് 4-ന്റെ 6-7 വാക്യങ്ങൾ ഓർത്ത് നോക്കുക. ഹല്ലേലൂയ. നിന്റെ ഭക്തി നിന്റെ ആശ്രയമല്ലയോ? കേട്ടതാണെങ്കിൽ ഈ വർഷം കാണാൻ പോകുക. നിന്റെ ഭക്തി നിന്റെ ആശ്രയമല്ലയോ? നിന്റെ നടപ്പിന്റെ നിർമ്മലത നിന്റെ പ്രത്യാശയല്ലയോ? അടുത്ത വാക്യം ഓർത്തു നോക്കുക. നേരോടെ നടന്നിട്ട് ആരെവിടെ മുടിഞ്ഞു പോയിട്ടുണ്ട്? ഹല്ലേലൂയ. വിശ്വസ്തയോടെ പരമാർത്ഥിയോടെ കർത്താവിനെ സേവിച്ചിട്ട് തകർന്നെന്ന് പറയുവാൻ ദൈവം ആരെ സമ്മതിക്കത്തില്ലെന്ന്. നീ കേട്ടതാണോ കണ്ടിരിക്കും. വചനം ഈ ആലയത്തിൽ മുഴങ്ങിയിട്ടുണ്ടോ? വചനം പറയാൻ മാത്രമുള്ളതല്ല, അത് പറഞ്ഞവൻ നിവർത്തിക്കുന്നവനുമാണ്. വാഗ്ദത്തം ചെയ്തവൻ പ്രവർത്തിപ്പാനും ശക്തനെന്ന് ഇന്ന് പകൽ ചിലരൊക്കെ പൂർണ്ണമായി ഉറയ്ക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. റീബാര രഗനബ സത്തുന. ഹല്ലേലൂയ. വല പിടിച്ച് തഴമ്പിച്ചവൻ്റെ കൈകൊണ്ട് തൊട്ടാൽ മരിച്ചവർ എഴുന്നേൽക്കുന്ന ഒരു കാലം പെന്തിക്കോസ്ത് സഭയുടെ അല്ലെങ്കിൽ ആദ്യ നൂറ്റാണ്ടിലുണ്ടായിരുന്നു. വലയെറിഞ്ഞവൻ്റെയും വല നന്നാക്കിയവൻ്റെയും നിഴല് തട്ടിയാൽ രോഗികൾ സൗഖ്യമാകും. യഹോവ നിസി ചർച്ചിൽ അത് നടക്കണം. ഹല്ലേലൂയ. വിശ്വാസത്തോടെ ദൈവദാസനെ അടുത്ത തലത്തിലേക്ക് ദൈവം ഉയർത്തും. കിടക്കയിൽ ചുമന്നുകൊണ്ട് ആൾക്കാരെ ഇവിടെ കൊണ്ടുവരും. ആലയത്തിൽ തുള്ളിച്ചാടി നൃത്തം ചെയ്യുന്ന കാഴ്ചകൾ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ വെളിപ്പെടുത്തും. റീബാരമന ഹസ്തുരേ രഗൽ കടഗന ശമന രഗന രഗനമന ഹംദരേ റീബാലമന ഹംദരേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ ഒരു ശബ്ദം ഞാൻ ഇങ്ങനെ കേൾക്കുന്നു. പുറത്തു നിന്നൊരു വലിയ സമൂഹം ഇങ്ങനെ പറയാൻ പോകുന്ന ഒരു കാലഘട്ടം, യഹോവ ഇവിടെയുണ്ട്, സത്യം ഞങ്ങളോ അത് അറിഞ്ഞില്ല. യഹോവ ഇവിടെയുണ്ട്, സത്യം ഞങ്ങളോ അത് അറിഞ്ഞില്ല എന്ന് ഈ പട്ടണത്തിൽ ഒരു പാട്ട് കേൾക്കുന്ന ദിവസങ്ങൾ തൊട്ടു മുമ്പിലുണ്ടെന്ന് ആത്മാവിൽ ദൂത് പറയുന്നു. സഭയെ അത് ഏറ്റെടുത്ത് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. കേട്ടത് കാണുന്ന വർഷമായി മാറണം. നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ. മാറ്റം വരിക. ഇപ്പോൾ ഞാൻ കണ്ണാൽ കാണുന്നു. യോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നു, സ്തോത്രം ഹല്ലേലൂയ. സർവശക്തൻ നീതികേടോ സർവശക്തൻ ദോഷമോ ചെയ്യുകയില്ല. ചതഞ്ഞ ഓടെ അവൻ ഒടിച്ച് കളയത്തില്ല, പുകയുന്ന തിരിയെ കെടുത്തത്തില്ല. യോബ് കേട്ടതാ. ഇതൊക്കെ കേട്ടതാണോ? ഞാൻ കണ്ടിരിക്കും. ഞാൻ ചതഞ്ഞു പലവട്ടം. ഏകദേശം 10 രീതിയിലായി യോബ് ചതഞ്ഞത്. പക്ഷെ ചതച്ചവരൊക്കെ വലിയ തല കുനിച്ചു പോയതേ ഉള്ളൂ, ദൈവം ഒടിച്ചു കളഞ്ഞില്ല. Praise the Lord. Hallelujah. യോബ് 29:19 പറയുന്നു, എൻ്റെ വേര് വെള്ളങ്ങളോളം എത്തുകയാണ്. ഇവിടെ ഓട്ട് കഷ്ണമെടുത്ത് കൈകൊണ്ട് ചിരണ്ടുമ്പോഴും എൻ്റെ വേരെങ്ങോട്ട് ചെല്ലുന്നു? ഒരു മരണം നടന്നാൽ പിന്നെ 6 മാസത്തേക്ക് തല മുക്കാത്ത കാലഘട്ടം. ഒരാട് മരിച്ചാൽ അല്ലെങ്കിൽ ആട് ചത്താൽ എല്ലാം തകർന്നെന്ന് പറയുന്ന മാറത്തടിക്കുന്ന കാലഘട്ടം. ഒരൊട്ടകം പോയാൽ
എല്ലാം കുടുംബം മല്ലി തകർന്നു പോയി എന്ന് പറഞ്ഞ് വിലപിക്കുന്ന കാലഘട്ടത്തിൽ ഇയ്യോബേ, നീ എന്താ തകർന്നു പോകാഞ്ഞത്? അതിൻ്റെ സത്യം വിളിച്ചു പറയുക, നിങ്ങൾ അറിയാത്തൊരു വേരെനിക്കുണ്ട്. കാണുന്നവർക്കറിയാത്തൊരു വേര്. ഇവിടെ എൻ്റെ രോഗം വല്ല ശരീരത്തുണ്ടായിരിക്കാം, എഴുന്നേറ്റ് നടക്കാൻ സഹോദരി നിനക്ക് പ്രാപ്തിയില്ലായിരിക്കാം, വീട്ടിൽ ചെന്ന സ്വസ്ഥതയില്ലായിരിക്കാം, പക്ഷെ അവരറിയാത്തൊരു വേര് നിനക്കുണ്ട്. അത് വെള്ളത്തോളം പടർന്നു ചെല്ലുന്നു. ദൂരാമാന സന്ദരേ രഗൽ കടകന. ദൈവത്തിൻ്റെ ഉറവെങ്കിലേക്ക്, ആത്മാവിൻ്റെ ഉറവെങ്കിലേക്ക്, വചനത്തിൻ്റെ ഉറവെങ്കിലേക്ക്, ദൈവകൃപയുടെ ഉറവെങ്കിലേക്ക് പടർന്നു ചെല്ലുന്ന ഒരു തായ്വേരുള്ള സഭയായി ഈ വർഷം ഇത് മാറട്ടെ. ആർക്കും ഉണക്കുവാൻ കഴിയാത്ത, ആർക്കും കരിയുവാൻ കഴിയാത്ത ഒരു കൊമ്പ് പോലും അതിൻ്റെ പച്ച നഷ്ടപ്പെടാതെ, ഒരു വിശ്വാസി പോലും തളർന്നു പോകാതെ തക്ക സമയത്ത് ഫലം കായ്ക്കുന്ന തായ്വേരുള്ള ആത്മീയ സഭയായി ദൈവം ഇതിനെ മാറ്റട്ടെ. ജീസസ്. എൻ്റെ വേർ വെള്ളങ്ങളോളം പടർന്നു ചെല്ലുന്നു, എൻ്റെ കൊമ്പുകളിൽ മഞ്ഞുരാവാർക്കുന്നു. ഒരു മഴ പോലും പെയ്യാത്ത സാഹചര്യത്തിൽ സകല നിയമങ്ങളും പ്രതികൂലമായി മാറുമ്പോൾ, ആരാധന സ്വാതന്ത്ര്യം നിഷേധിക്കുമ്പോഴും നിന്റെ കൊമ്പിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. നിന്റെ കൊമ്പുകളിൽ മഞ്ഞുരാവാർക്കും. ഹല്ലേലൂയ. മടങ്ങി വരട്ടെ, നിനക്ക് സകലവും കഴിയും. 2, കേട്ടത് കാണുന്ന വർഷമാണ്. ഇങ്ങനെ കേട്ടതെല്ലാം കൂടെ ഭാണ്ഡത്തിൽ കെട്ടിത്തൂക്കിക്കൊണ്ട് നടക്കാനല്ല. ഈ വർഷം കണ്ണ് തുറക്ക് കാണാൻ പോകുക. അല്ലല്ലേ? വിശ്വാസം കാഴ്ചയായും കേൾവിയായും മാറുന്ന വർഷമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവദാസൻ, എനിക്ക് ദൈവദാസനെ കുറിച്ച് കൂടുതൽ അറിയത്തില്ല, അല്ലല്ലോ, ഒരു പ്രാവശ്യം നേരിട്ട് സംസാരിച്ചിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ ഇന്ന് രാവിലെയാണ് കണ്ടത്. ഇത്തിരി കേട്ടിട്ടുണ്ട്. എന്നാൽ ദൈവദാസൻ ഏത് കേൾവിയാ ദർശനമാ ദൈവം കൊടുത്തതെന്ന് ദൈവദാസൻ സഭയോട് പങ്കുവെച്ചുണ്ടായിരിക്കാം. താൻ കേട്ടത് കണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാ വിശ്വാസികളും ഞങ്ങൾ കേട്ടത് കാണുമെന്ന് അങ്ങ് വിശ്വസിച്ചാട്ടെ. ഹല്ലേലൂയ. ഇത് ഈ ചെവി കൂടെ കേട്ടി അടുത്ത ചെവി കൂടെ പോകാനുള്ള സന്ദേശങ്ങളല്ല ഞങ്ങൾ കേട്ടത്. കേൾവി കാഴ്ചയായി മാറും. ഹല്ലേലൂയ. സ്ഥിതിക്ക് മാറ്റം വരുന്നത് വിശ്വാസം കാഴ്ചയായി മാറണം. പിറവയിലെ കുരുടൻ ബെഥേസ്ദയിലെ ശിലോഹാം കുളത്തിലേക്ക് വടിയും കുത്തിപ്പിടിച്ച് കണ്ണിൽ ചേറും പൂശി പോകുമ്പോൾ എല്ലാവരും ചോദിക്കും, എങ്ങോട്ട് പോകുക? സ്വതവേ കണ്ണ് പൊട്ട 40 വർഷം നാണക്കേട്, അതിൻ്റെ കൂട്ടത്തിൽ ചേറുകൂടെ പൂശിയിരിക്കുന്നു. പക്ഷെ അവനറിയാം, ഒരുവൻ എന്നോട് പറഞ്ഞു, പോയി കാഴ്ച പ്രാപിക്കും. അവനൊരു കാര്യം അറിയാം, ഏത് വഴിയിൽ കൂടെ ഞാൻ തപ്പി നടന്നോ ഇവിടെ വടി കുത്താതെ തുറന്ന കണ്ണോടെ നടക്കും. ഹല്ലേലൂയ. ഏതു വഴിയിൽ കൂടെ ചെളിയും പുരണ്ട് ഞാൻ നടന്നോ, ആ ചെളി പുരണ്ടത് യേശുവിൻ്റെ വിരലാണെങ്കിൽ, ആ വിരൽ കൊണ്ടാണ് എൻ്റെ കണ്ണിൽ ഇത് പൂശിയെങ്കിൽ, ഇതേ പട്ടണത്തിൽ കൂടെ, ഇതേ തെരുവിൽ കൂടെ ഞാൻ കാഴ്ച പ്രാപിച്ചു മടങ്ങി വരും. പ്രൈസ് യു ജീസസ്. വിശ്വാസം കാഴ്ചയായി മാറുന്ന വർഷമായി ഇത് മാറണം. അതാണ് നമ്മുടെ സ്ഥിതിയുടെ മാറ്റം. വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. മൂന്നാമത് ഇയ്യോബിനുണ്ടായ വ്യത്യാസം, 6-ാം വാക്യം, ഇയ്യോബിന്റെ പുസ്തകം 42. ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്തു, പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദപിക്കുന്നു. ഒരു മിനിറ്റ് നിൽക്കണമേ. ഈ 1-ാം അധ്യായത്തിൽ പുള്ളി എവിടെ കിടന്നത്? എവിടായിരുന്നു? പൊടിക്കകത്തും ചാരത്തിനകത്തുവാ. അപ്പോൾ അതെന്താ ഉപവാസമല്ലായിരുന്നു? എല്ലാ ഉപവാസം അല്ലെന്ന്. ഭക്ഷണം വെടിയുന്നതല്ല ഉപവാസം. ഉപവാസത്തിനകത്ത് ഭക്ഷണം വെടിയും, അത് വേറെ കാര്യം. പക്ഷെ ഇവിടെ പറയുക, ഇപ്പോഴാണ് ഞാൻ സത്യത്തിൽ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോവുകയെന്ന്. ഇപ്പോൾ 2023 ഒരു പുത്തൻ ശൈലിയിലുള്ള ഉപവാസ പ്രാർത്ഥന. അതെന്താ ഉപവാസ പ്രാർത്ഥന? ഇതുവരെ ഇയ്യോബ് ആരെ വെറുക്കാൻ പറഞ്ഞാൽ ഇയ്യോബ് എന്ത് ചെയ്യും? വെറുക്കും. ആട് പോയ പോട്ടെ, സാരമില്ല, യഹോവ തന്നു, യഹോവ എടുത്തു, ഒട്ടങ്ങ പോട്ടെ. പക്ഷെ ഇവിടെ പറയുക, എന്നെ തന്നെ വെറുക്കുന്നു. നാം നമ്മളെ വെറുക്കാത്തിടത്തോളം നമുക്ക് പറ്റുന്ന എല്ലാവരെയും വെറുക്കാൻ പറ്റുമല്ലേ? ഇപ്പോൾ പറഞ്ഞാൽ മതി, വിരോധമുള്ളവരുടെ പേര് പറഞ്ഞാൽ എത്ര പേജുള്ള പുസ്തകം വേണം എഴുതാനെന്നറിയാം. പിന്നെ ഞങ്ങളങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയല്ലേ. പക്ഷേ തന്നെത്താൻ വെറുക്കണം ഈ വർഷക്കാലം. എനിക്ക് തോന്നുന്നു ദൈവദാസൻ ഇത് തുടക്കത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ദൈവദാസന്മാരെ പ്രസംഗിച്ച് കാണും ശിഷ്യത്വത്തെക്കുറിച്ച്. സ്വയം വെറുക്കുന്നവനാ ശിഷ്യൻ. എന്നിലെ ഞാനല്ലാതായി മാറണം. അയ്യോ ദൈവമക്കളെ, ഈ ഐ എന്ന് പറയുന്ന ഇംഗ്ലീഷിലൊരു അക്ഷരമുണ്ട്. എല്ലാവരും ഒന്ന് ഐ ഒന്ന് എഴുതി കാണിച്ചാട്ടെ, അറിയാവുന്നവർ. എന്തിനാ ഈ വളവും തിരുവൊന്നും? എവിടെ പോയാലും ഇങ്ങനെ നിൽക്കത്തുള്ളൂ. അത്
ക്യാപിറ്റൽ ലെറ്റർ ആണേലും സ്മോൾ ലെറ്റർ ആണേലും ഏത് കൺട്രി പോയാലും ഐ എങ്ങനെ നിൽക്കും? ബാക്കി എല്ലാ പാവ അക്ഷരങ്ങൾക്കും ഒരു വളവ്, തിരിവ്, ചരിവുണ്ട്. ഇതിന് മാത്രം അതല്ലേ, ഞാനല്ലേ എല്ലായിടത്തും മുന്നില്ല. ഞാൻ നടുവിനൊരു ചവിട്ട് കിട്ടിയാൽ ഐ വിൽ ടേൺ ടു സീ. അതാ ഗലാത്യ ലേഖനം മലലിയ പൗലോസ് പറഞ്ഞത്, ഇനി ജീവിക്കുന്ന ഞാനല്ല, അത്രേ ഉള്ളൂ. അതിനാണ് ഈ കൊച്ചടിയൊക്കെ ദൈവം തരുന്നത്. ഇനി ഞാനല്ല, ക്രിസ്തു അത്രേ എന്ന് ജീവിക്കണം. നമുക്ക് നമ്മോടൊരു വെറുപ്പ് തോന്നണം. അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതം ഇന്ന് ഇപ്പോൾ പകൽ രാവിലെ തീർന്നില്ലെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട, പിന്നെ എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞോളാം, അല്ലെങ്കിൽ രാത്രി പറഞ്ഞു തീർത്തോളാം. അതുകൊണ്ട് നിങ്ങൾ ഈ പോയിൻ്റ് ഒന്നും ഓർത്തിരിക്കൊന്നും വേണ്ട. പൗലോസിൻ്റെ വെറുപ്പ് തോന്നിയ ഘട്ടങ്ങളെക്കുറിച്ചൊന്ന് പഠിക്കണം നമ്മൾ. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ട അഭിഷേകം പ്രാപിച്ചു ദൈവകൃപയിലായി. 35-ാമത്തെ വർഷമാണ് ഫിലിപ്പി ലേഖനം എഴുതുന്നത്. ഫിലിപ്പി ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയണം, എനിക്ക് പ്രശംസിക്കാനാണ് ഒത്തിരി കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. 7 പ്രശംസ എനിക്ക് പ്രധാനമായിട്ടുണ്ട്. പിന്നെ 8-ാമത് ഇതെല്ലാം കൂടെ ചേർത്ത് റോമ പൗരത്വം കൂടെ ഉണ്ട്. ഈ പൗലോസ് 35 വർഷം പാരമ്പര്യമുള്ള ഉപദേശിയാണെങ്കിലും ഇടയ്ക്കിടയ്ക്കൊക്കെ പറയും, ഞാൻ ആരായിരുന്നെന്ന് റോമ. കാരണം ഈ സഹസ്രാധിപം വന്ന് വാറുകൊണ്ട് കെട്ടിയപ്പോൾ പറഞ്ഞു, ചെവിക്കാത്തി ചോദിച്ചു, റോമ പൗരനായി എന്നെ വിസ്താരം കൂടാതെ. നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും പാരമ്പര്യമൊക്കെ എന്തു ചെയ്യും? ഞാൻ ആരാണെന്ന് അറിയാമോ? അത്രയേ ഉള്ളൂ. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നു, നാം പൊടിയെന്ന് ഓർക്കുന്നു. എത്രയൊക്കെ വടിയായിട്ട് നിന്നാലും നാം വെറും പൊടിയാണ്. അത് മറന്നു പോകാതെ മാത്രം ഇരുന്നാൽ മതി. സ്തോത്രം. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ, ഉറച്ചു നിൽക്കുന്ന ശ്വാസമാണെങ്കിൽ ഈ ഡയബറ്റിക് ഉള്ള നമ്മളൊക്കെ എന്തോ പോലെ ഇരിക്കും. അപ്പോൾ ഉറച്ചു നിന്നാൽ ശ്വാസം, ഇതൊക്കെ അത് വിശദീകരിക്കാം പിന്നീട്, മടങ്ങി വരാം. അപ്പോൾ പൗലോസും ഇങ്ങനെ, ഞാൻ എബ്രായ 3-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യം പ്രശംസിക്കാൻ ഞാൻ പറഞ്ഞു പോക്കാളാം, പെട്ടെന്ന് പറയാം, വായിച്ച സമയങ്ങളുണ്ട്. ഹല്ലേലൂയ. പ്രശംസിക്കാനാണെങ്കിൽ എനിക്ക് പ്രശംസിക്കാനുണ്ട്. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, അല്ലാതെ ഇശ്മായേലിൻ്റെ കൂട്ട് 14-ാമത്തെ വയസ്സിലല്ല എൻ്റെ ഹല്ലേലൂയ പരിച്ഛേദന. അല്ല, ഇസഹാക്കിൻ്റെ പാരമ്പര്യത്തിൽപ്പെട്ട കറ തീർന്ന അബ്രഹാമി സന്തതിയാണ് ഞാൻ. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രയേൽ ജാതിക്കാരൻ. ജാതി പറഞ്ഞു വന്നാൽ ഞാനാണ് 1-ാം ജാതി. പ്രൈസ് ദി ലോർഡ്. ഇതുപോലൊരു ജാതി ഉണ്ടെന്നൊക്കെ ചോദിക്കാൻ പറ്റും അല്ലേ? ഈ അടുത്തത് പറഞ്ഞത് ബെന്യാമിൻ ഗോത്രക്കാർ, ഒരേറിന് പോലും ഉന്നം പിഴയ്ക്കാത്ത ഇസ്രയേലിൻ്റെ 1-ാമത്തെ രാജാവായ ശൗൽ ബെന്യാമിൻ ഗോത്രക്കാരൻ. അതേ ഗോത്രത്തിലാണ് ഞാനും പറഞ്ഞത്. എൻ്റെയും പേര് ശൗലെന്നാ. ഇപ്പം ചുരുക്കം പറഞ്ഞാൽ രാജകുടുംബത്തിൽപ്പെട്ടവനാണ് ഞാൻ. സാക്ഷ്യം പറയാൻ കിട്ടി നമ്മളൊക്കെ പറയുന്ന. പ്രസംഗിക്കാൻ അരമണിക്കൂർ കിട്ടിയാൽ ആദ്യത്തെ 35 മിനിറ്റ് നാട്ടുകാർ മൊത്തം പറയും, പിന്നെ സമയ ചുരുക്കം കൊണ്ട് പോയി ഇരിക്കുന്നു പറയും. അതാണ് ഈ പണ്ടത്തെ പ്രസംഗം എന്ന് പറയുന്നത്. പിന്നെ എബ്രായർന്ന് ജനിച്ച, നമ്മുടെ ഭാഷയെ പറഞ്ഞ തനി മലയാളി പെന്തിക്കോസുകാരൻ. പിന്നെ അടുത്തതാ ന്യായപ്രമാണം സംബന്ധിച്ച ഞാൻ ആരാ? കറ തീർന്ന ന്യായപ്രമാണം, ഉത്സവം, ആചാരം, യോഗം, യാഗം, നേർച്ച കറ തീർന്ന് ചെയ്യുന്നവനാ. പിന്നെ ശുഷ്കാന്തി സംബന്ധിച്ച് സഭയ്ക്ക് വേണ്ടി വീറോടെ നിന്നവനാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ ന്യായപ്രമാണത്തിലെ നീതി വെച്ച് നോക്കിയാൽ 10-ൽ 10 മാർക്ക്, നിഷ്കളങ്കൻ. 10 കൽപ്പനയും പ്രമാണിച്ചവനാണ്. പക്ഷെ ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ 8-ാം വാക്യം, അങ്ങനെ ദമസ്കോസിന്റെ പടിവാതിക്കൽ 1000 സൂര്യന്മാരെ വെല്ലുന്ന ഒരു വെളിച്ചം മുഖത്തടിച്ചു. യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം അറിഞ്ഞപ്പോൾ ഞാനിതെല്ലാം അങ്ങ് പ്രൈസ് ദി ലോർഡ്. അതിന് മുമ്പ് ഒരു വാക്യം കൂടെ ഉണ്ട്, എങ്കിലും എനിക്ക് ഒരു മിനിറ്റ്. അതിന്റെ മുമ്പിൽ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ലാഭമായിരുന്നതൊക്കെ 1-ാമത് പൗലോസ് നഷ്ടം. ഈ ഛേദം എന്നുള്ള പഴയ മലയാളമാണ് നഷ്ടം. 1-ാമത്തെ പൗലോസിന്റെ ബിസിനസ്സിലെ നഷ്ടം ഏതായിരുന്നു? ലാഭം വേണ്ടാന്ന് വെച്ചു. മുതലവിടെ ഉണ്ടല്ലേ, ലാഭം വേണ്ടെന്ന് വെച്ചു. ഇന്ന് തൊട്ട് എനിക്ക് എന്താ വേണ്ട, പക്ഷേ ഞാൻ എബ്രായൻ ജനിച്ച എബ്രായനാണ്. എല്ലാവരുടെയും കൂടെ എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല, ഇരിക്കാൻ പറ്റത്തില്ല, നടക്കാൻ പറ്റത്തില്ല. എല്ലാവരും എന്നെ എന്ത് ചെയ്യണം? ഞാനായിരിക്കണം 1-ാമൻ. അത് ലാഭം ഞാൻ വേണ്ടാന്ന് വെച്ചു. പക്ഷെ മുതലുണ്ടോ? ഇപ്പോഴും തന്നെത്താൻ വെറുക്കുന്ന കാര്യമാണ് പറയുന്നത്. മുതൽ ഞാൻ പെടത്തില്ല. പക്ഷെ ഇച്ചിരൂടെ ക്രിസ്തുവിനെ കുറിച്ച് 8-ാം വാക്യം, പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഇപ്പോൾ എല്ലാം ഛേദം എണ്ണാൻ തുടങ്ങി. ആദ്യമേ ലാഭം മാത്രം വേണ്ടാന്ന് വെച്ചു, ഇപ്പം എന്തും കൂടെ വേണ്ടാന്ന് വെച്ചു. ഉറക്കെ പറഞ്ഞിട്ട് മുതലും കൂടെ എല്ലാവരുടെ കൂട്ടത്തിലുണ്ട്. വിശക്കുന്നുണ്ട് ആർക്കും? വിശന്നുകൊണ്ട് തന്നെ കേൾക്കണം, അതാ ഒരു രസം. അതും ഇപ്പം നമ്മൾ വേണ്ടാന്ന് വെക്കാം. ഇപ്പം കുറച്ച് നേരം എല്ലാം ഛേദമെന്ന് എണ്ണി പിന്നെയും മുന്നോട്ട് പോയി. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണം എങ്ങനെയാണ് നമ്മൾ തന്നെത്താൻ ത്യജിക്കുന്നത്. അതിൻ്റെ 9 തൊട്ട് 11 വരെ
പൗലോസ് പറയും എനിക്കറിയണം, 7 കാര്യം വേണ്ടെന്ന് വെച്ചപ്പോൾ 7 കാര്യം അറിയണം. അവനിൽ ഇരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരിൽ നിന്ന് ഒരു പുനരുത്ഥാനം വേണമെന്ന് വെച്ചപ്പോൾ ഈ മണ്ണ് വിട്ടു പോകേണ്ടവനാണ് ഞാനെന്ന വെളിപ്പാട് അകത്ത് കയറിയപ്പോൾ ഇപ്പോൾ എല്ലാം എന്തെന്നെണ്ണുന്നു? ഇപ്പം ഇതൊന്നും ഛേദമല്ല, പിന്നെ എന്തായി? ചവറായി. ഇന്നലെ വരെ ഇതൊക്കെ നഷ്ടമായിരുന്നു, ഇപ്പം ഇതൊക്കെ വെറും ട്രാഷ് അല്ലെങ്കിൽ ഗാർബേജ്, ചപ്പും കുപ്പയായിട്ട് മാറണം. ഇപ്പം ഇന്നലത്തെ പാരമ്പര്യം കുരിശുമൂട്ടിലും പൈനമൂട്ടിലും ആ മൂട്ടിലും ഈ മൂട്ടിലും ഒക്കെ എന്തായിട്ട് മാറണം? ഉറക്കെ പറഞ്ഞാട്ട് ചവറായിട്ട് മാറണം. ഇതാണ് മൂന്നാമത്തെ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ. ലാഭം ഛേദമാകണം, എല്ലാം നഷ്ടമാകണം, പിന്നെ എല്ലാം ചവറം തന്നണം. ദൈവകൃപയില്ലാത്തത് മുഴുവൻ്റെയും പേര് ചപ്പ്, ചവറ്. അടുത്തത് ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായം അതിൻ്റെ 24-ലേക്ക് വരുമ്പോൾ ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. അവിടെ വരെ എത്തണമെന്ന്. മരിക്കാൻ പേടിയില്ലാത്ത മരണപ്രതിഷ്ഠയുള്ള ആത്മീയനായി മാറണം. ഈ മണ്ണിൽ ജീവിക്കുമ്പോൾ തന്നെത്താൻ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ മരണഭീതി മാറി ജീവിക്കണമെന്ന്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആ ഒരു നിലവാരത്തിലേക്ക് ദൈവമക്കൾ ഇന്ന് രാവിലെ എത്തണം. ഞാൻ എല്ലായിടത്തും പറഞ്ഞൊരു പദം കൂടെ ഉണ്ട്. അങ്ങനാണെങ്കിലേ തന്നെത്താൻ ത്യജിക്കാൻ പറ്റത്തുള്ളൂ. ഒന്നും കൂടെ വിശദീകരിക്കാം. പൗലോസ് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ട, അഭിഷേകം പ്രാപിച്ചു, സഭ സ്ഥാപിച്ചു. 55-ാമത്തെ വയസ്സിൽ, എനിക്കൊരു 3 വർഷം കൂടെ കഴിയുമ്പോൾ അത്രയാവും. 55-ാമത്തെ വയസ്സ്, എൻ്റെ പ്രായം പറഞ്ഞപ്പം കുഴപ്പമില്ലല്ലോ. 55 പണ്ടാരണ്ട് പറഞ്ഞു, പാസ്റ്റർ എന്താ തലയൊക്കെ ഇങ്ങനെ നരച്ചു പോകും. ഞാൻ പറഞ്ഞു, ഞാൻ എന്തൊക്കെ ചെയ്താലും മോൻ കൂടെ നടക്കുന്ന കാണുമ്പോൾ നാട്ടുകാർക്കറിയാലോ ഇവന് പ്രായമുണ്ട്. അതുകൊണ്ട്, കാരണം പിള്ളേർക്കൊക്കെ 10-21 വയസ്സായില്ലേ. ഞാൻ പറഞ്ഞു വന്നത്, 55 വയസ്സ് പക്വതയുള്ള പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുക. 15-9 വാക്യം, 1 കൊരിന്ത്യർ 15-9. ഈ ഏകദേശം 25 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളൊരു ഉപദേശി. ഞാനിപ്പോൾ ഇത് 30-ാമത്തെ വർഷമാണ് വചനം പ്രസംഗിക്കുന്നത്. എനിക്ക് തൻ്റെ ഇടമൊന്നുമില്ല ചിലപ്പോൾ ഇങ്ങനെയൊന്നും പറയാൻ. അപ്പോസ്തലന്മാർ ഞാനാണ് ഏറ്റവും ചെറിയവൻ. പാസ്റ്റർമാരെ എല്ലാം കൂടെ വിളിച്ചു നിർത്തിയിട്ട് ഞാൻ പറയുക, ഞാനാണ് ഏറ്റവും ചെറിയ. ഈ പാസ്റ്റർമാരെ കൊണ്ട് ഇതൊന്നും പറയിക്കാൻ പെടുന്ന പാട്. കോൺഫറൻസിനൊക്കെ പോകുമ്പോഴേ അറിയത്തുള്ളൂ പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. അപ്പം 25 വർഷം പഴക്കമുള്ള ഉപദേശി പറയുക, സകല പാസ്റ്റർമാരിൽ ഞാനാണ് ചെറിയവൻ. ഒരു 5 വർഷം കൂടെ കഴിഞ്ഞ് 60-ാമത്തെ വയസ്സിലാണ് പൗലോസ് എഫേസ്യ ലേഖനം എഴുതുന്നത്. അതിൻ്റെ 3-8 വാക്യം, എഫേസ്യർ 3:8. 5 വർഷം കഴിഞ്ഞപ്പോൾ പൗലോസ് പറയുകയാണ്, 60-ാമത്തെ വയസ്സിൽ സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക്. അപ്പം ഇപ്പം പാസ്റ്റർമാരുടെ കൂട്ടത്തിലല്ല, സഭയിലെ ഏറ്റവും ചെറിയവനാരാ? ഞാനാണ്. പ്രായം കൂടുന്ന പക്വത ഇതാണ് ദൈവമക്കളെ, തന്നെത്താൻ ത്യജിക്കുന്നത്. ഇനിയും പിന്നെ ഒരു 5 വർഷം കൂടെ കഴിഞ്ഞു. 65-ാമത്തെ വയസ്സിലാണ് 1 തിമോഥെയോസിൻ്റെ ലേഖനം എഴുതുന്നത്. 1 തിമോഥെയോസ് 1:15. താൻ പറയുന്നു, ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. അപ്പം ആത്മീയ പക്വത എന്ന് പറയുന്നത് ഞാൻ കുറഞ്ഞ് ഇല്ലാതാകുന്നതും ക്രിസ്തുവിൽ വളരുന്നതുമാണ് തന്നെത്താൻ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ. യോർദാന്റെ കരയിലും ഗലീല തീരത്തും നിന്നുകൊണ്ട് സുവിശേഷത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗം വിളിച്ചു പറയുന്നു, അവൻ വളരെയണം, ഞാൻ കുറയണം. എവിടെ വരെ കുറയണം? കഴുത്തൊരു താലത്തിൽ കൊട്ടാരത്തിനകത്തും ഉടല് മാത്രം ശവക്കോട്ടയിലേക്ക് എടുക്കേണ്ടി വന്നാലും ഞാൻ വളരരുത്, ക്രിസ്തു മാത്രമേ എന്നെ വളരാം. ശവം അടക്കാൻ നേരം തല വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. പക്ഷെ കാഹളം ധ്വനിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് ജ്വലിച്ചു പ്രകാശിക്കുന്ന വിളക്കായി, അല്ല ഏത് രീതിയിൽ മരിച്ചാലും യേശു അവനെക്കുറിച്ച് പറഞ്ഞത് തലയൊന്നും അവിടെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് ശലോമിയുടെ താലത്തിലിരിക്കട്ടെ, പക്ഷെ ജ്വലിച്ചു പ്രകാശിക്കുന്ന വിളക്കായിരുന്നു. 31-ാമത്തെ വയസ്സിൽ ശുശ്രൂഷ തീർന്നാലും ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുന്ന ഒരു ഭക്തനായിട്ട് വേണം എനിക്ക് ഈ മണ്ണിൽ നിന്ന് മടങ്ങിപ്പോകുവാൻ എന്ന വെളിപ്പാടോടെ ജീവിക്കണം. ഹല്ലേലൂയ. തന്നെത്താൻ ത്യജിച്ച് വേണം ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ. നമുക്ക് ഈ 2023 സ്വയം ത്യജിക്കുന്ന വ്യക്തികളായി മാറട്ടെ. മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുന്നവരും തന്നെത്താൻ വെറുക്കുന്നവരുമായി മാറണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയൊക്കെ ഒരു സമർപ്പണം എടുത്തിട്ട് ഇന്ന് പകൽ ഇവിടുന്ന് മടങ്ങിപ്പോകാം. യോബിനുണ്ടായ 4-ാമത്തെ വ്യത്യാസം, പ്രൈസ് ദി ലോർഡ്,
അതിൻ്റെ 9-ാമത്തെ വാക്യം വിശദീകരിക്കുന്നില്ല. 4:49 വാക്യം. അങ്ങനെ തേമാന്യനായ എലിഫാസും ABC എന്ന് ഓർത്തിരുന്നാൽ മതി. എലിഫാസ്, ബിൽദാദ്, സോഫാർ, ഇവർ 3 പേരും സ്നേഹിതന്മാരാണ്, തിയോളജിയന്മാരാണ്. പിന്നെ എൻ്റെ ഇടയ്ക്കൂടെ മുളച്ചു വന്ന ഏലിഹു എന്നൊരു ചെറുക്കനുമുണ്ട്. ഇവരെല്ലാം കൂടെ ചേർന്നാണ് ഇയ്യോബിനെ ഇങ്ങനെ ആകെ കഷ്ടപ്പെടുത്തിയത്. പക്ഷേ ഒറ്റയ്ക്ക് പിടിച്ചു നിന്നു. അത് വലിയ കാര്യമാണ്. നമ്മളങ്ങനെ ചിലരുടെയൊക്കെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ മിടുക്കന്മാരാണ്. പക്ഷേ അവസാനം ദൈവം പറഞ്ഞു, ഹല്ലേലൂയ, നീ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ 10-ാം വാക്യം കൂടെ ചേർത്ത് ഇവർക്ക് വേണ്ടി എന്ത് ചെയ്യണം? നിന്നോട് പിണങ്ങിയവർക്ക് വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുന്ന വർഷമായിട്ട് മാറണം. പ്രൈസ് ദി ലോർഡ്. ആക്ഷേപിച്ച അയൽക്കാരന് വേണ്ടി പ്രാർത്ഥിക്കുന്ന വർഷമായി മാറട്ടെ 2023. നമ്മളെന്താ പ്രാർത്ഥിച്ചത്? കർത്താവേ, എനിക്ക് അവനോടൊരു വിരോധമില്ല, എന്നാലും നീ ഇടപെട്ടോണേ. നമ്മൾ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് കളയും. കർത്താവേ, നീ എന്ത് ചെയ്യണം? നീ ന്യായത്തിൻ്റെ ദൈവമാണല്ലോ. യഹോവേ, നീ വാദിക്കുന്നവരോട് വാദിക്കുന്ന ദൈവമാണല്ലോ. എന്നാലും അയാൾ എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ, നീ തന്നെ എന്ത് ചെയ്തോണം? ഇടപെട്ടോണം. ദൈവം അങ്ങനെ ഇടപെടത്തില്ല. അവനും ഇത് തന്നെ പ്രാർത്ഥിച്ചത്, നമ്മളോട് ഇടപെട്ടോണമെന്ന്. ഇപ്പം പ്രശ്നം തീർന്നല്ലോ. നിങ്ങൾ പ്രാർത്ഥിച്ച പോലെ തന്നെ നിങ്ങളോട് ഇടപെടാൻ പ്രാർത്ഥിച്ച 100 പേര് പുറത്ത് വെപ്പുണ്ട്. എല്ലാവരോടും ദൈവം ഇടപെട്ടാൽ, സംഘത്തിൽ ഇങ്ങനെ വാക്യമുണ്ട്, യഹോവ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ ആർ നിലനിൽക്കും? എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ പക്കൽ വിമോചനമുണ്ടല്ലോ. തമ്പുരാൻ കരുണ കാണിച്ചുകൊണ്ട് ഇവിടെ വന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി. മിടുക്കിൻ്റെ കൂടുതൽ കൊണ്ടും വിശുദ്ധിയുടെ പ്രമാണത്തിൻ്റെ കൂടുതൽ കൊണ്ടും അല്ല. യഹോവ അവൻ തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നിയത് കൊണ്ട് മാത്രം. പ്രാർത്ഥനയിൽ ഒരു വ്യത്യാസം ഉണ്ടാകണം. ഇവരൊക്കെ കിഴക്ക് ദേശത്തുനിന്ന് വന്നവരാണ്. തേമാന്യനാണ് ഒരുത്തൻ. തേമാന്യനായ ആ 3 പേരുടെ പേരെന്ന് നോക്കിയാട്ടെ. എലിഫാസ് തേമാൻ ദേശത്തു നിന്ന് വന്നവനാണ്. പിന്നെ ശൂഖാന്യനായ ബിൽദാദും നയമധ്യനായ സോഫരും. ഈ 3 നാട്ടിലേക്ക് ഇവർ മടങ്ങിപ്പോയത് ഒരു പുത്തൻ വിശ്വാസിയെ കണ്ടുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ആക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തനെ കണ്ടിട്ടാണ് ഇവരവരുടെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയത്. 2023 നിങ്ങളെ കാണുന്നവർ പറയണം, ഇതാ പ്രാർത്ഥിക്കുന്ന സഭ, ഇതാ പ്രാർത്ഥിക്കുന്ന വിശ്വാസി, ഇതാ മാനസാന്തരപ്പെട്ടവൻ, ഇവളാണ് മാനസാന്തരപ്പെട്ടത്. ഭർത്താവ് അങ്ങനെ പറയുന്ന വർഷം, ഭാര്യ അങ്ങനെ പറയുന്ന വർഷം, കുഞ്ഞുങ്ങൾ അങ്ങനെ സാക്ഷ്യം പറയുന്ന വർഷം, മാതാപിതാക്കൾ അങ്ങനെ പറയണം, ഇതാ ദൈവ പൈതൽ. പ്രൈസ് ദി ലോർഡ്. 2023 ദൈവസ്ഥിതിക്ക് ഭേദം വരുത്തട്ടെ. ഒരു കാര്യം കൂടെ പറഞ്ഞ് നിങ്ങൾ ഇനിയും കഷ്ടപ്പെടുത്തുന്നില്ല, ബാക്കി ഞാൻ വൈകിട്ട് പറയാം, അവസാനിപ്പിക്കും. ഇയ്യോബിൻ്റെ വീട്ടിൽ 3 ജനനം നടന്നു, 10 ജനനം നടന്നു. ആ 3 പേരുടെ പേരൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കും. അതിൻ്റെ 13-ാം വാക്യം, ഇയ്യോബ് 42:13. അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും ഉണ്ടായി. വായിച്ചോ. അവരെ പോലെ മൂത്തവൾക്ക് അവൻ യമീമ എന്നും, രണ്ടാമത്തവൾക്ക് കെസി എന്നും, മൂന്നാമത്തവൾക്ക് കേരൻ ഹപ്പൂക്ക് എന്നും പേർ വിളിച്ചു. മതി, ഇനി പുസ്തകം മടക്കാൻ പോയാൽ 10 മക്കൾ പിന്നെ ലഭിച്ചു. അതിൻ്റെ കഥയൊന്നും ഞാൻ പറയുന്നില്ല. ആമ്പിള്ളേരുടെ പേരെങ്ങും പറഞ്ഞിട്ടേ ഇല്ല. നമ്മളിതിനെ അവരെ പുറകെ പോകുന്നില്ല, പേരില്ലാത്തവരെ പുറകെ പോകുന്നില്ല, പേരുള്ളവരെ നോക്കാം. 3 പുത്രിമാർ. ഈ 3 പുത്രിമാരുടെ പേരിന് അർത്ഥമുണ്ട്. അതാണ് നമുക്കുണ്ടാകേണ്ട 3 വ്യത്യാസങ്ങൾ. യമീമ എന്ന വാക്കിൻ്റെ അർത്ഥം, എബ്രായ വാക്കിൻ്റെ അർത്ഥം പ്രാവെന്നാണ്. കുറുംപ്രാവ്, വെള്ളപ്രാവ്, വെള്ളരിപ്രാവ് എന്നൊക്കെ വിളിക്കാം. ജമീമ എന്ന് പറയുന്ന എബ്രായ പദം, അതിൻ്റെ അർത്ഥം സമാധാനമെന്നാണ്. 2023 വീട്ടിൽ സമാധാനം ഉണ്ടാകണം. ആരാ ദൈവമക്കളെന്നറിയാമോ? യേശു ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞു, മത്തായി 5:9, സമാധാനം ഉണ്ടാക്കുന്നവർ, വഴക്കുണ്ടാക്കുന്നവർ ഭാഗ്യവന്മാരല്ലെന്നാണ് പറഞ്ഞത്. പിന്നെ സമാധാനം. ഈ വഴക്കാളികളെ കയറി ദൈവമക്കളെന്ന് മാത്രം വിളിക്കരുത്. പ്രൈസ് ദി ലോർഡ്. അച്ചായ എന്നും കുഞ്ഞെന്നൊക്കെ വിളിച്ചു, പക്ഷേ ദൈവപൈതലെന്ന് വിളിക്കണമോ? സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ അത്യുന്നതൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ഇയ്യോബിൻ്റെ കുടുംബത്തിലെ സ്ഥിതി വ്യത്യാസം, ഇത് സമാധാനത്തിൻ്റെ ഭവനമായി മാറണം. സമാധാനം പുതുജന്മം എടുക്കുന്ന വർഷമായി മാറട്ടെ. എന്താ സമാധാനം? യോഹന്നാൻ 14:27 മുതൽ 30 വരെ യേശു പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ തരുന്നു. അതവിടെ നിൽക്കട്ടെ. അതിൻ്റെ അർത്ഥം 30-ാം വാക്യം, ഇതാ ലോകത്തിൻ്റെ പ്രഭു വരുന്നു, ഞാനും അവനുമായിട്ട് ഒരു പിശാചിന് അവകാശം പറയുന്ന ഒന്നും എൻ്റെ ജീവിതത്തിലില്ലെന്ന വെളിപ്പാടാ സമാധാനം. പ്രൈസ് ദി ലോർഡ്. റോമർ 16:20, അവൻ തനിക്ക് സമാധാനത്തിൻ്റെ ദൈവമോ സകലത്തെയും വേഗത്തിൽ തൻ്റെ പിശാചിൻ്റെ സകല പദ്ധതികളെയും ചവിട്ടി മെതിക്കുന്നതാ സമാധാനം. ഇന്ന് രാവിലെ ഈ സമാധാനം അകത്ത് കയറണം. ലോകത്തിൻ്റെ പ്രഭുവിന് അവകാശം പറയുന്ന ഒന്നും എൻ്റെ വാക്കിലോ നടപ്പിലോ ജീവിതത്തിലോ ഇല്ലെന്ന വെളിപ്പാട്, സകലവും എൻ്റെ കാൽ കീഴിലാണെന്നുള്ള വെളിപ്പാട്, ഇതാ സമാധാനം. രണ്ടാമത് പ്രൈസ്തലോളിയ, രണ്ടാമത് ജനിച്ച മകളുടെ പേരാണ് കെസിയ. സാധാരണ എല്ലായിടത്തും ഉള്ള പേരാ കെസിയ. കെസിയ എന്ന വാക്കിൻ്റെ അർത്ഥം, സ്തോത്രമില്ല, സൗരഭ്യം
എന്നാണ് ഫ്രാഗ്രൻസ്. 2023 നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിനു വേണ്ടി സുഗന്ധം പരത്തുന്ന വർഷമായി മാറണം. എങ്ങനെയാണത്? 2 കൊരിന്ത്യർ 2:14 ക്രിസ്തുവിൽ ഞങ്ങൾ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് അവൻ്റെ പരിജ്ഞാനത്തിൻ്റെ, എനിക്ക് യേശുവിനെ അറിയാമെന്ന് എന്നിൽ കൂടെ ലോകം അറിയുന്നതാ സൗരഭ്യം. ഹല്ലേലൂയ. സ്കൂളിൽ പോകാത്ത പത്രോസും യാക്കോബും യോഹന്നാനും, ഈ പത്രോസും യോഹന്നാനും കൂടെ സന്നഹദരി സംഘത്തിൻ്റെ മുമ്പിൽ മുടന്തനെ സൗഖ്യമാക്കിയതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ കൊണ്ട് നിർത്തിയിരിക്കുക. 70 പേരടങ്ങുന്ന സന്നഹദരി സംഘം. അവർ ഇവരുടെ പ്രസംഗമൊക്കെ കണ്ടിട്ട് പറഞ്ഞു, ഇവന്മാർ സ്കൂളിലെങ്ങും എന്താ കാരണം? ഇവർ കൂടെ പഠിച്ചവരാ, 5ാം ക്ലാസ്സിൽ വെച്ച് ഇവൻ ഇറങ്ങിപ്പോയതാ പലയിടത്തുകൊണ്ട്. അമ്മമാരെല്ലാം പഠിച്ചത് സന്നഹദരി സംഘവും പാസ്സാക്കി, അല്ലെങ്കിൽ കോളേജിലും പഠിച്ചിട്ട് അവർ സന്നഹദരി സംഘത്തിൽ ജോലി കിട്ടി കയറിയിരിക്കുക. പത്രോസ് വന്നപ്പോഴേ അവർക്ക് മനസ്സിലായി 2ാം ക്ലാസ്സിൽ വെച്ച് ഇറങ്ങിപ്പോയവനാണ്. 7ാം ക്ലാസ്സിൽ 7 പ്രാവശ്യം തോറ്റവനായി യോഹന്നാൻ. എന്നിട്ട് പറയുന്നത്, ഇവന് സാമാന്യരും പഠിപ്പില്ലാത്തവരുമായിരിക്കെ പിന്നെ എങ്ങനെ കിട്ടി ജ്ഞാനം? ആകെ എന്നിട്ട് അവർ 70 പേര് സാക്ഷ്യം പറഞ്ഞു, they were with Jesus. അവർ യേശുവിൻ്റെ കൂടെ നടന്നു. 30 വർഷം ഗമാലിയേലിൻ്റെ പാദപീഠത്തിൽ ഇരുന്ന് കിട്ടാത്ത അറിവും ജ്ഞാനവും 3 വർഷം കൊണ്ട് യേശുവിൻ്റെ കൂടെ നടന്നപ്പോൾ മുക്കുവൻ്റെ തലയിലേക്ക് സ്വർഗം നിറച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം എനിക്കും നിങ്ങൾക്കും ജ്ഞാനം കൊണ്ട് തരുവാൻ ദൈവം വിശ്വസ്തനാണ്. ആ യേശുവിനെ കുറിച്ചുള്ള അറിവ് എൻ്റെ ജീവിതം കൊണ്ട് വെളിപ്പെടുത്തുന്നതാ സൗരഭ്യം. എനിക്കെൻ്റെ യേശുവിനെ അറിയാമെന്ന് ജീവിതം കൊണ്ട് വെളിപ്പെടുത്തുന്ന ഒരു വർഷമായി മാറണം. പ്രസംഗിക്കാൻ എളുപ്പം പാസ്റ്റർ ഷിബു തോമസിന് 1.5 മണിക്കൂർ 2 മണിക്കൂറോ, പക്ഷെ ജീവിക്കണമെന്ന് നേരത്തെ പറഞ്ഞ കണക്ക് 1.5 മണിക്കൂർ അന്യഭാഷ പറയുന്നതിനെക്കാട്ടി കൃപ വേണം 2 മിനിറ്റ് മിണ്ടാതിരിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 1/2 മണിക്കൂർ പ്രവചിക്കുന്നതിനെക്കാട്ടി ശക്തി വേണം. 1.5 മണിക്കൂർ ഇവിടെ പാട്ട് പാടുന്ന പാസ്റ്റർ 1 മണിക്കൂർ ഇവിടെ പോട്ടെ, പക്ഷേ 1 നാഴിക അയൽവക്കക്കാരൻ്റെ വീട്ടിൽ പോകണേ അതിനെക്കാട്ടി കൃപ വേണം. പ്രൈസ് ദി ലോർഡ്. ഈ വർഷം നമുക്ക് ലിപ് സർവീസ് അല്ല, ലൈഫ് സർവീസ് എന്ന് പറയും. ആദരം കൊണ്ടുള്ള ആരാധനയ്ക്കപ്പുറത്ത് ജീവിതം കൊണ്ടൊരു ആരാധന, സൗരഭ്യം വെളിപ്പെടുത്തണം. 3 കേരൻ ഹപ്പൂക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം സൗന്ദര്യം കുഴമ്പാക്കി വച്ചിരിക്കുന്ന ഒരു പെട്ടി എന്നാണ്. സൗന്ദര്യം എന്നെടുക്കാം. ഈ മലയാളം പ്രാസൊപ്പിച്ച് പറഞ്ഞാൽ സമാധാനം, സൗരഭ്യം, സൗന്ദര്യം, സൗരഭ്യം, ഇതെല്ലാം കൂടെ ചേരുന്നത് ആ പുതുജനനം എന്ന് പറയുന്നത്. യോബിൻ്റെ വീട്ടിലെ അടുത്തത് ആത്മീക സൗന്ദര്യമായിരുന്നു. അതാണ് ദൈവവൈദ്യൻ്റെ ആത്മീക സൗന്ദര്യം, വിശുദ്ധിയാണ്. ഒരു ദൈവവൈദ്യൻ്റെ നിങ്ങളുടെ സൗന്ദര്യം മുടി പിന്നുന്നതും അലങ്കാരമൊന്നും അല്ലല്ലോ, പിന്നെ ഹൃദയത്തിൻ്റെ താഴ്മ എന്ന ഗൂഢമനുഷ്യൻ ദൈവസന്നിധിയിൽ താഴാനും വിനയപ്പെടുത്തുവാനുമുള്ള സമർപ്പണം ആ വിശുദ്ധി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് രാവിലെ യോബിൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടായതുപോലെ ദൈവസഭയിലെ ഓരോ അംഗങ്ങൾക്കും, എനിക്കും നിങ്ങൾക്കും ഒരു പുതിയ ജീവിതമുണ്ടാകണം. നിങ്ങൾ ആൾ മാറിയവരെ പോലെ. അടുത്ത വാക്യങ്ങൾ അവസാനിപ്പിക്കുന്നത് അവൻ്റെ പ്രസിദ്ധി. അവനോട് പിണങ്ങിപ്പോയ സഹോദരിമാർ വീട്ടിലേക്ക് മടങ്ങി വന്നു. അതെ, ഇന്ന് രാവിലെ ആത്മാവിൽ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. 2023 വ്യത്യാസങ്ങളുടെ വർഷമാണ്. ഒരൊറ്റ വിത്ത് പോലും കണ്ണുനീരിൻ്റെ നനവില്ലാതെ വിതയ്ക്കരുത്. പ്രൈസ് ദി ലോർഡ്. എന്താ കാരണം? 4 കാര്യം അതോടെ ചേർത്ത് പറയാം. പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ അത് ഹേമിക്കുന്നു പറയുവാൻ. ഓരോ വിത്തിനും, എവരി മെസ്സേജ്, എവരി സോങ്, എവരി മ്യൂസിക്, ഇറ്റ് ഹാസ് ടു ബി സോക്ഡ് ഇൻ ടീയേഴ്സ്. ഓരോ പ്രസംഗവും, ഓരോ പാട്ടും, ഓരോ ജീവിതശൈലിയും കണ്ണുനീരിൽ കുതിർത്തേ എറിയാവും. കാരണം ഈ മണ്ണിൽ പതിയിരിക്കുന്ന അശുദ്ധ ശക്തികളുണ്ട്. 1, എന്തുകൊണ്ട് കണ്ണുനീരിൽ വിതയ്ക്കണം? നീ പ്രൈസ് ദി ലോർഡ് കൊയ്യുന്നത്, കൊയ്ത്ത് കാലം എത്തുമ്പോൾ തീരം കവിഞ്ഞൊഴുകുന്ന യോർദാനുണ്ട്. കഷ്ടപ്പെട്ട് കട്ടയുടച്ച് വിതച്ച് തലയെടുപ്പുള്ള കൊയ്ത്തിൻ്റെ സമയമെത്തുമ്പോൾ സകല കൊയ്ത്തിനെയും സകല വിത്തിനെയും സകല നല്ലിയ നെൽമണികളെയും ഒഴുക്കിക്കളയുന്ന യോർദാൻ കവിയുന്നത് കൊണ്ട് കണ്ണുനീരിൽ വിതച്ചോണം. വക്കോളം എത്തിയിട്ട് ഉടഞ്ഞു പോകാതിരിക്കേണ്ടതിന്, പ്രാർത്ഥിച്ചു വളർത്തി വലുതാക്കിയിട്ട് വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ട് വന്നിട്ട് അവസാനം എത്തുമ്പോൾ അറേബ്യൻ കടലിലേക്ക് ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് ഇന്ന് പകൽക്കാലം കണ്ണുനീരിൽ വിതച്ചോണം. 2, പ്രൈസ് ദി ലോർഡ്, നീ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടുവരുന്ന ഗോതമ്പ് കൂട്ടത്തോടെ വന്ന് മിദ്യാൻ കൊയ്തു കൊണ്ടുപോകാതിരിക്കേണ്ടതിന് കണ്ണുനീരിൽ വിത്ത് വിതച്ചോണം. അന്യൻ നിന്റെ നന്മ കൊത്തിക്കൊണ്ടു പോകാതെ, അശുദ്ധശക്തി പറന്നിറങ്ങി വന്നിട്ട് നിന്റെ തലമുറയെ വീട് വിട്ട് കൊണ്ടുപോകാതിരിക്കേണ്ടതിന്, നിന്റെ ആത്മീയത്തിന് വില പറയാതിരിക്കേണ്ടതിന്, അന്യായത്തങ്ങൾ അകത്ത് കയറി മേയാതിരിക്കേണ്ടതിന്, അശുദ്ധി ആലയത്തിനകത്ത് കയറാതിരിക്കേണ്ടതിന് വിത്തുകൾ കണ്ണുനീരിൽ വലിച്ചെറിയുന്ന പരാക്രമശാലികളെ ഇന്ന് രാവിലെ ദൈവസഭയ്ക്ക് ആവശ്യമുണ്ട്.
ബലവക്ഷം പ്രൗഢേ രകൽക്കടകന. ഹല്ലേലൂയ. 3, എന്തുകൊണ്ട് കണ്ണുനീർ വിതയ്ക്കണം? യേശു ഒരു ഉപമ പറഞ്ഞു. വിത്ത് വിതച്ചു. മനുഷ്യൻ ഉറങ്ങിയപ്പോൾ ശത്രു വന്ന് കള വിതച്ചു. ആത്മീയ ഉറക്കം വന്നാൽ ശത്രു കള വിതയ്ക്കുന്നത് കൊണ്ട് നിന്റെ ആത്മീയത്തോടും വിശ്വാസത്തോടും ശുശ്രൂഷയോടും കൃപാവരത്തോടും കണ്ണുനീർ ചേർന്നില്ലെങ്കിൽ, ഉണർന്ന് ജാഗരിച്ചില്ലെങ്കിൽ ശത്രു കള വിതയ്ക്കും. ഈ 2023 കരഞ്ഞോണ്ട് വേണം വിത്ത് വിതയ്ക്കാൻ. സമർപ്പിക്കുക. ഒരു നിമിഷം സമർപ്പിച്ചാണ് ഞാൻ എൻ്റെ വാക്കുകൾക്കിവിടെ വിരാമം കുറിക്കുന്നു. പരിശുദ്ധാത്മാവിൻ നിങ്ങോട്ട് ചോദിക്കുന്നു. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കണ്ണും അടച്ചിരുന്നാണ്. ഇന്ന് രാവിലെ കർത്താവേ, ഇതെൻ്റെ ജീവിതത്തിലെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തുന്ന വർഷമായിരിക്കും. കണ്ണുനീരില്ലാത്തൊരു ജീവിതം എനിക്ക് വേണ്ട. എൻ്റെ പ്രാർത്ഥനയ്ക്ക് കണ്ണുനീരിൻ്റെ ഉപ്പുരസമുണ്ടായിരിക്കണം. എൻ്റെ വിശ്വാസത്തിന് കണ്ണുനീരിൻ്റെ പിന്തുടർച്ച ഉണ്ടായിരിക്കണം. മുഴങ്കാൽ മടക്കി ആലോചന ചോദിക്കാത്തൊരു തീരുമാനം എൻ്റെ കുടുംബത്തിൽ നടക്കരുത്. ദൈവസഭയ്ക്ക് വേണ്ടി കരയുന്ന വർഷമായി മാറട്ടെ. എൻ്റെ തടങ്ങളിൽ കൂടെ കണ്ണുനീർ കുടുകുട ഒഴുകുന്ന വർഷമായി മാറട്ടെ. പ്രൈസ് ദി ലോർഡ്. തലയിൽ വെള്ളവും കൺപോളകൾ നിറയെ കണ്ണുനീരുമായി മാറട്ടെ. ഞാൻ കണ്ണുനീരോടെ മാത്രമേ ഈ വർഷം വിതയ്ക്കത്തുള്ളൂ. അതിൻ്റെ റിസൾട്ട് എന്നോണം കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ 2023 ഡിസംബർ 31 ഉണ്ടെങ്കിൽ ഇവിടെ ഇന്ന് വരെ കാണാത്തൊരാർപ്പ് ആലയത്തിലുണ്ടാകും. അത് യഹോവ നിസി ചർച്ചിൻ്റെ 4 അതിരുകൾക്ക് മാത്രം ഒതുങ്ങി നിൽക്കാതെ പട്ടണം മുഴുവൻ സഭയോടെ ചേർന്ന് ആർക്കുന്നൊരു വർഷമാണെന്ന് ആത്മാവിൽ ദൂത് പറഞ്ഞാൽ, ഇത് പരിശുദ്ധാത്മാവിൽ കണ്ടു പറയുന്നു. ജനം പുറത്തു നിന്നുകൊണ്ട് വചനം കേൾക്കത്തക്കവണ്ണം അതിൻ്റെ അതിരുകളെ ഇന്ന് പകൽ സ്വർഗം വിശാലമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, അങ്ങനെ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, അങ്ങനെ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, അങ്ങനെ സംഭവിക്കട്ടെ.